ഖവാക്കർ ശ്രീകണ്ഠൻ നായർ ഷോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വല്ലാത്തൊരു സമയത്താണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നത്. ഇക്കഴിഞ്ഞ നവംബർ 8-ാം തീയതി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ തീരുമാനം രാജ്യത്തോടായി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. 1000-ൻ്റെയും 500-ൻ്റെയും നോട്ടുകൾ പിൻവലിക്കാൻ തീരുമാനിച്ചു. കമ്പോളത്തിൽ അത് വളരെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി. സാധാരണ ജനങ്ങൾക്ക് പല ദുരിതങ്ങളും ഉണ്ടായി. ഇതിനെക്കുറിച്ചൊരു വിശകലനം നടത്താൻ സമയമായിട്ടില്ല എങ്കിൽ പോലും ജനങ്ങൾക്ക് ദുരിതങ്ങൾ ഉണ്ടായപ്പോൾ തന്നെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നടപ്പിലാവുന്നു. അതാണ് ഈ ഷോ അന്വേഷിക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ ഇവരാണ്: റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മുൻ ജനറൽ മാനേജർ CV ജോർജ്, ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് CJ നന്ദകുമാർ, പ്രശസ്ത എഴുത്തുകാരൻ KL മോഹനവർമ്മ, വിഖ്യാത വ്യവസായി കൊച്ചൗസേ ചിറ്റിലപ്പള്ളി, കേരള ഹൈക്കോടതിയിലെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് C ഉണ്ണികൃഷ്ണൻ, സൗത്ത് ഇന്ത്യൻ ബാങ്ക് മുൻ MD-യും CEO-യുമായ ഡോക്ടർ PA ജോസഫ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് PAM ഇബ്രാഹിം, ഫിനാൻഷ്യൽ ജേർണലിസ്റ്റ് ക്രിസ്റ്റിന ചെറിയാൻ, കേരള ചേംബർ ഓഫ് കൊമേഴ്സ് വൈസ് ചെയർമാൻ ആന്റണി കൊട്ടാരം, വീട്ടമ്മ അംബിക ചന്ദ്രൻ, മൈ ഗവൺമെന്റ് അംബാസിഡറും ട്യൂഷൻ.comന്റെ ഫൗണ്ടറുമായ സുജയ് ജി പിള്ള, കോർപ്പറേഷൻ ബാങ്ക് റിട്ടയർഡ് മാനേജർ AK ശ്രീനിവാസൻ, ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് റോയ് കെ പോൾ, അസറ്റ് ഹോംസിന്റെ ചീഫ് പ്ലാനിംഗ് ഓഫീസർ ഷാജി എബ്രഹാം, ഫോട്ടോഗ്രാഫിക് അസോസിയേഷൻ സെക്രട്ടറിയും വീട്ടമ്മയുമായ കാശി ഗണേഷ്, ഇബ്ക എന്ന സംഘടനയിലെ മോട്ടിവേഷണൽ ട്രെയിനർ അനീഷ് മോഹൻ, കൃതംബര ഡാൻസ് അക്കാദമി കൊറിയോഗ്രാഫർ സത്യജിത്ത് രവീന്ദ്രനാഥ്, OE ഇൻ കമ്പനിയിലെ ജീവനക്കാരൻ ജോണി കുര്യാക്കോസ്, ഫാമിലി കൗൺസിലറായ വീട്ടമ്മ ടിൻഡുമോൾ ജോസഫ്. അങ്ങ് എത്ര കാലം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു? ഒരു 31 കൊല്ലക്കാലം. കൂടുതലും കേരളത്തിലായിരുന്നു അതോ? ഇല്ല, കേരളത്തിന് പുറത്തായിരുന്നു. ഞാൻ നേരിട്ട് പ്രശ്നത്തിലേക്ക് വരികയാണ്. ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന ഓമന പേരിട്ട് നമ്മളൊക്കെ പറയുന്ന ഈ 1000 നോട്ടും 500 നോട്ടും പിൻവലിച്ചതിൻ്റെ പിന്നിൽ അങ്ങ് എന്തെങ്കിലും ഗൂഢാലോചന കാണുന്നുണ്ടോ? ഗൂഢാലോചന ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇത് ഒരു നല്ല കാര്യത്തിന് വേണ്ടി അത് അച്ചീവ് ചെയ്യാനുള്ള ഒരു വളരെ പെട്ടെന്ന് എടുത്ത ഒരു തീരുമാനം, അതിൽ ചില പാളിച്ചകൾ ഉണ്ടായി എന്നുള്ളത് വാസ്തവമാണ്. കുറച്ച് മാസങ്ങളോ ആഴ്ചകളോ ഒക്കെ കഴിയുമ്പോൾ ഇതിൻ്റെ പ്രകടമായൊരു ഫലം നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ എന്തായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്? എനിക്കൊന്ന് 2-3 കാര്യങ്ങൾ കുറച്ചെങ്കിലും മാഗ്നിറ്റ്യൂഡിൽ പ്രകടമാകുമെന്ന് എനിക്ക് തോന്നുന്നു. അതിലൊന്ന്, കള്ളപ്പണം, അതിൻ്റെ വ്യാപനം ഒരു പരിധി വരെയെങ്കിലും തടയുമെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഫോർജ്ഡ് നോട്ട്സ്, കള്ള നോട്ടുകളുടെ പ്രചാരണം, അതും ഒരു പരിധി വരെ ഒഴിവാക്കുവാനായിട്ട് സാധിക്കും എന്നെനിക്ക് തോന്നുന്നു. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം, ടെറർ ഫിനാൻസിങ്, അതിനെതിരെയും ഈ മെഷേഴ്സ് സക്സസ്ഫുൾ ആകും, ഒരു പരിധിവരെ സക്സസ്ഫുൾ ആകും എന്നെനിക്ക് തോന്നുന്നു. അങ്ങ് ഒരു ബാങ്കിൻ്റെ തലപ്പത്ത് കുറേ കാലം ഇരുന്ന ആളാണല്ലോ, അങ്ങേക്ക് എന്താ തോന്നുന്നത് ഇതിനെക്കുറിച്ച്? ഞാൻ ഇതിനോട് പൂർണ്ണമായിട്ടും യോജിക്കുകയാണ്. ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിലും വലിയൊരു അപാകത എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇത് വളരെയധികം ജനങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇതിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായെന്നുള്ളൊരു ഫാക്റ്റാണ്. പക്ഷേ ഇത്രയും ഒരു രഹസ്യമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ നിവർത്തിയില്ല. ഇതിനകത്ത് ഞാൻ വളരെ പറയുന്നു, ആൾക്കാർ കുറച്ച് ഇപ്പോൾ ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും ആൾക്കാർ നേരത്തെ നോട്ടുകൾ മാറിയെടുത്തു, മുറി നിറച്ച് നോട്ട് കൊണ്ട് ബാങ്കിൽ പ്രതിഷ്ഠിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ വാസ്തവം നമ്മൾ പലതും പറയാമല്ലോ. അത് നമ്മളത് കൺവിൻസ്ഡ് ആകാതെ നമ്മളതിനെക്കുറിച്ച് അത് ശരിയോ തെറ്റോ എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷേ ഇത് അങ്ങനത്തെ ഒരു ഓപ്പറേഷനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോൾ ഞാൻ നോക്കിയിട്ട് ഇത് കുറച്ച് കാലമായിട്ട് ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 25 കോടി ജനങ്ങൾ ജൻധൻ അക്കൗണ്ട് തുടങ്ങി ഏതാനും മാസങ്ങൾക്ക് മുമ്പ്. അതിനുശേഷം പറഞ്ഞു കള്ളപ്പണം ഉള്ളവർക്ക് അത് ഡിസ്ക്ലോസ് ചെയ്യാനൊരു അവസരം കൊടുത്തു. അതിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ടൈം കൊടുത്ത ശേഷം അടുത്ത ഒരു സ്റ്റെപ്പായിട്ടാണ് ഇപ്പോൾ ഇത് ഡിമോണിറ്റൈസേഷൻ നടത്തിയിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഉദ്ദേശം, കുറച്ച് മുമ്പ് മിസ്റ്റർ ജോർജ് പറഞ്ഞ പോലെ ഈ കള്ളനോട്ടുകൾ ഏറ്റവും കഴിഞ്ഞ 2013-14 4,84,000 കള്ളനോട്ട് ബാങ്കുകളിൽ മാത്രം വന്നിട്ടുണ്ട്. 14-15 അത് 5,94,000 14-16 അത് 6,24,000 വർദ്ധിച്ചു. ഇപ്പോൾ ഓരോ വർഷവും ബാങ്കിൽ വരുന്ന കള്ളനോട്ടുകൾ, അതായത് ഇത് കസ്റ്റമേഴ്സ് അടയ്ക്കുന്നതിൽ നിന്നും റെക്കോർഡിലുള്ള നോട്ട്സാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ഇത്രമാത്രം കള്ളനോട്ടുകൾ പുറത്തുണ്ടായിരിക്കും. ഇത് മുഴുവൻ ഈ പറഞ്ഞ പോലെ ഹവാല, ഓരോരോ നമ്മളൊരിക്കലും സമൂഹത്തിൽ ഉണ്ടാകാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ പണം മുഴുവൻ ചെലവഴിച്ചത്. അപ്പോൾ ഇത് കംപ്ലീറ്റ്, ഇതിൽ ഏറ്റവും കൂടുതൽ 500 നോട്ടായിരുന്നുള്ളതാണ് വേറൊരു വസ്തുത. ഈ വന്നിരിക്കുന്ന നോട്ടിൽ നാച്ചുറലായിട്ടും ഇത് വിഡ്രോ ചെയ്യുന്നതോടുകൂടി ഈ ഫോർജ്ഡ് നോട്ട് തീർച്ചയായിട്ടും അത് കംപ്ലീറ്റ് ആയിട്ടും ഓൾമോസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. രണ്ടാമത് ഈ വരുന്ന കള്ളപ്പണം
ഒരു തടയാനായിട്ട് ഒരു പരിധി വരെ, ഇതുകൊണ്ട് പൂർണ്ണമായിട്ടാകുന്നില്ല, കാരണം ഇനി ഒരുപാട് സ്റ്റെപ്സ് എടുക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒരു പ്രധാന ഭാഗം ഇതുകൊണ്ട് തീർച്ചയായിട്ടും അത് സക്സസ് ആവുമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ വ്യവസായ സമൂഹം ഇതിനെ നോക്കിക്കാണുന്ന പല രീതിയിലാണ്. ചില വ്യവസായികളോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നു കച്ചവടം പൂട്ടും, കടയടയ്ക്കും എന്നൊക്കെ പറയും. അങ്ങ് ഒരു വ്യത്യസ്തനായ വ്യവസായിയാണെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും ഒരു വ്യവസായ പ്രമുഖൻ എന്നുള്ള നിലയെ അങ്ങ് എങ്ങനെ ഇതിനെ കാണുന്നത്? തീർച്ചയായിട്ടും ഇതൊരു നല്ല ഒരു സ്റ്റെപ്പാണ്. ഇത് വളരെ ബോൾഡ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ഇത് എനിക്ക് തോന്നുന്നത് പ്രധാനമന്ത്രി ടാക്സ് ഒക്കെ കൊടുക്കുന്നതിന്റെ ഒരു അഹങ്കാര ബുദ്ധി പറയുകയാണ്. തീർച്ചയായിട്ടും അതുകൊണ്ടെന്ന് വെച്ചോ കുട്ടിക്കോ. ഇന്ത്യയെ പോലൊരു രാജ്യത്ത് ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവരുന്ന ഒരു നല്ല ലക്ഷ്യമുള്ള ഒരു സംഭവം കുറച്ച് ബാഡ്ലി എക്സിക്യൂട്ടഡ് ആയിട്ട് മാറുക, അതിനെക്കുറിച്ച് അങ്ങേക്ക് എന്താ തോന്നുന്നത്? ബാഡ്ലി എക്സിക്യൂട്ടഡ് എന്ന് പറയാൻ പറ്റില്ല. ഇതുപോലത്തെ ഒരു കാര്യം ഇങ്ങനെ ചെയ്യാൻ പറ്റും. സീക്രട്ട് ആയിട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വളരെ തന്ത്രപരമായിട്ട് 2000-ന്റെ നോട്ട് അടിക്കാൻ പോകുന്നുണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങളൊക്കെ വിചാരിച്ചു അത് എടുത്തു വെക്കാലോ, സൂക്ഷിച്ചു വെക്കാലോ, അപ്പൊ പകുതി സ്പേസ് മതിയല്ലോ എന്ന് ഞങ്ങളൊക്കെ വിചാരിച്ചു. പക്ഷെ അതൊരു വലിയ ട്രിക്കായിരുന്നു. 2000-ന്റെ നോട്ട് അടിച്ച് കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം ഇത് അനൗൺസ് ചെയ്യുന്നത്. അത് പിന്നെ 500-ന്റെ നോട്ട് വരാൻ വൈകി എന്നുള്ളത് സങ്കടം തന്നെ. പക്ഷെ 500-ന്റെ നോട്ട് അടിച്ചു തുടങ്ങിയത് ഇദ്ദേഹം ഇത് അനൗൺസ് ചെയ്തതിന് ശേഷം മാത്രമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇതിനകത്ത് വളരെ മുന്നൊരുക്കങ്ങൾ ഉണ്ടായിരുന്നു. അത് കുറച്ച് പേര് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. വളരെയധികം തലപോഞ്ഞിട്ടുണ്ട്. അവരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇത് വ്യക്തിപരമായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഈ തീരുമാനം വന്നപ്പോൾ അങ്ങേക്ക് ഷോക്കായോ? എനിക്ക് സന്തോഷം ഉണ്ടായുള്ളൂ. കാരണം ഒരു വിഭാഗം കുറെ പേര് കൃത്യമായിട്ട് ടാക്സ് അടച്ചിട്ട് മുന്നോട്ട് പോവുക, അവര് മണ്ടന്മാരാവുക. ഒരു കൂട്ടം ആൾക്കാർ ടാക്സ് വെട്ടിച്ചിട്ട് എന്താ പറയാ 500-നോടാണോടാ കളി എന്നുള്ള പോലെ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ചിലർക്ക് ഒരു കുലുക്കൊണ്ടായിരുന്നില്ല. അവർ പറയായിരുന്നു, ഓ ഇതൊക്കെ എത്ര കണ്ടിരിക്കണം, ഇതിനേക്കാളും വലിയ പെരുന്നാൾ വന്നിട്ട് വാപ്പ പള്ളിയിൽ പോയിട്ടില്ല എന്ന് പിന്നെയാണ് ചെറിയ പെരുന്നാള് എന്ന് വിചാരിച്ചിട്ടുള്ളവരുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അവർക്കൊക്കെ ഒരു അടി തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങ് ഞെട്ടിയോ എന്ന് ചോദിക്കാനുള്ള ധൈര്യം എനിക്കില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ 25 കൊല്ലത്തിന് മുമ്പ് എഴുത്തുകാരൻ കൊടുത്ത പ്രതിഫലം ഇപ്പോഴും എഴുത്തുകാരനുള്ളത്. അതുകൊണ്ട് അവനൊരിക്കലും കോടീശ്വരനാവുന്ന വഴി കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നിരുന്നാലും ഒരു ഇന്ത്യയിലെ പൗരൻ എന്നുള്ള നിലയിൽ ഈ സാമൂഹ്യ രംഗത്തെയൊക്കെ നോക്കിക്കാണുന്ന ഒരാളെന്ന നിലയിൽ അങ്ങയുടെ ഒരു വീക്ഷണം എന്താ ഇക്കാര്യത്തിൽ? അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമുക്ക് 2 പ്രധാനമന്ത്രിമാരെ ഫുൾ പവറോടുകൂടി, അത് ലോക്സഭയുടെയും വന്നിട്ടുള്ളത്, അത് ഇന്ദിരാഗാന്ധിയും നരേന്ദ്രമോദിയാണ്. ഇവർ രണ്ടുപേരും ഒരു അർദ്ധരാത്രിയോടടുത്ത് ഒരു വലിയ തീരുമാനം സാധാരണ ജനങ്ങളെ ബാധിക്കുന്നതായിട്ട് എടുത്തു. രണ്ടും ജനനന്മ അവർ ശരിയെന്ന് വിചാരിച്ചതിന് ഉദ്ദേശിച്ചാണെന്ന് ഓർക്കുക. ഒന്ന് അടിയന്തരാവസ്ഥ, ഒന്ന് ഇദ്ദേഹത്തിൻ്റെ ഈ 2 ആക്ടിവിറ്റി എടുത്തപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് സീക്രട്ടായിട്ട് ചെയ്തതാണ്. എനിക്ക് തോന്നുന്നു വേറെ ആരും അതിൽ ഇൻവോൾവ് ആയിട്ടില്ല. കൂടി വന്ന അഡ്വൈസ് എടുത്തതാണ്. പക്ഷേ ഡിസിഷൻസ് വെർ ദെയർ ഓൺ ആൻഡ് ദേ ഡിഡ് ഇറ്റ് പർപ്പസ്ലി ആൻഡ് ഇറ്റ് ഹാഡ് എഫക്റ്റ് ഓൺ എവരി ആസ്പെക്ട്. പക്ഷേ ഇപ്പോൾ ചൈനയുമായിട്ട് യുദ്ധം, പാകിസ്ഥാനുമായിട്ട് ഇതൊന്നും നമ്മളറിയുന്നില്ല. ഇവിടെ ബോംബ് പോലും വീണിട്ട് നമുക്കൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ ഇത് എല്ലാവരെയും ബാധിക്കുന്നുണ്ട്. ഇങ്ങനെ വന്നപ്പം പ്രധാനമന്ത്രി അല്ല, നോട്ട് ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. ഇത് എന്താണെന്ന് വെച്ചാൽ ജനനന്മ കാക്ഷിക്കുന്ന നമ്മളാണേലും ശരി, അങ്ങാണേലും ഇപ്പം താങ്കൾ പോലും പ്രധാനമന്ത്രി ആയാലും ഒരു സമയത്ത് ഫുൾ പവർ കിട്ടിയാൽ യു വിൽ ഡു ദി സെയിം തിങ്. ഓർത്തോണം, അവിടെ നല്ല നന്മ എല്ലാവരും കാക്ഷിക്കുന്നതാണ്. പക്ഷേ അതിന് ശക്തി വേണം. ആ ശക്തി വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് ഇടുകയാണ്. നൗ ഓൾ ദീസ് തിങ്സ് 500 രൂപ 1000 രൂപ ഇതൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം പ്ലാൻഡ് ആണ്. ഒരു സംശയമില്ല, വളരെ പെർഫെക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നീക്കമാണ്. പെർഫെക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇന്ദിരാഗാന്ധി ഇത് അടിയന്തരാവസ്ഥ ചെയ്തതിന് ശേഷം എല്ലാ പത്രങ്ങളെയും മാധ്യമങ്ങളെയും ഒക്കെ സ്റ്റോപ്പ് ചെയ്യിച്ചു. അതിനെക്കുറിച്ച് ചർച്ച ഉണ്ടാകാൻ നിവൃത്തിയില്ല. നമ്മളകത്താകുന്നു. ഇവിടെ അങ്ങനല്ല, ഇദ്ദേഹം ചർച്ചയ്ക്ക് വിട്ടുകൊടുക്കുകയാണ്. ഇപ്പം ഇദ്ദേഹം നമ്മളും കൂടിയിരിക്കുക. ഇപ്പം എന്നോട് ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ അവിടെ നിന്ന് ഇവിടെ ചേർത്തല ഇവിടെ പോയി തിരിച്ചു വരുമ്പോൾ എന്നോട് 2-3 പേര് ചോദിക്കും, ഈ നമ്മുടെ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഇത്ര കള്ളന്മാരൊക്കെ ഉണ്ടോ? അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കള്ളത്തരം. അതിപ്പോഴാണ് അറിയുന്നത്. ഈ ചർച്ച വന്നപ്പോഴാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി കള്ളത്തരം. എനിക്കറിയാം എന്തോ പ്രശ്നമുണ്ട്. എന്തായാലും പഞ്ചായത്ത് ഇലക്ഷനേക്കാളും കൂടുതൽ വാച്ച് ചെയ്യും കോപ്പറേറ്റീവ് ഇലക്ഷൻ, സൊസൈറ്റിയുടെ ഇലക്ഷൻ. അപ്പോൾ എന്തെങ്കിലും കള്ളത്തരമാണെന്ന് അറിയാം, പക്ഷേ എന്താണെന്ന് അറിയാൻ മേലായിരുന്നു. ഇപ്പോൾ അതേ മനസ്സിലായി. ഒന്ന് ആലോചിച്ച് നോക്കാം വ്യത്യാസം. ഇത് നമ്മൾ വിചാരിക്കുന്നത്, നമ്മൾ ഈ മീഡിയയിൽ കാണുന്നതിന് സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവാണ്. ഈ തീരുമാനം അങ്ങേ സന്തോഷിപ്പിക്കുന്നുണ്ട്? സംശയമില്ല. മാത്രമല്ല അങ്ങേ മാത്രമല്ല താങ്കളെയും എല്ലാവരെയും സന്തോഷിപ്പിക്കും. ഓർത്തോളൂ, ഒരു കാര്യമുണ്ട്, നമ്മൾ വിചാരിക്കുന്നതല്ലാതെ ജനത്തിന് എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നതിനെ കുറിച്ചുള്ള ഒരു ബോധം ഈ ചർച്ചകളിലൂടെ കൂടെ മനസ്സിലാവും. അത് വലിയ കാര്യമാണ്. അതിനാണ് അദ്ദേഹം ഇത് ഓപ്പണായിട്ട് ഇട്ടിരിക്കുന്നത്. ഒരു സംശയമില്ല. ഈ വ്യാപാരി വ്യവസായിയെക്കുറിച്ച് പലരും പറയുന്നത് ഇപ്പോൾ ഒരു വലിയ ധർമ്മസങ്കടത്തിലാണെന്നാണ്. കച്ചവടമൊക്കെ കുറഞ്ഞു, പല അടുത്തും സെയിൽസ് കുറഞ്ഞിട്ടുണ്ടെന്നുള്ളൊരു സത്യമാണ്. അപ്പോൾ അങ്ങേ ഒരു അവസ്ഥ എന്തുവാ? 100 രൂപ കൊണ്ട് ഒരു ദിവസം ജീവിച്ചിരുന്ന ഒരു വ്യക്തി 7ാം തീയതിക്ക് ശേഷം അവന് 14 രൂപ കൊണ്ട് ജീവിക്കണം എന്നാണ് മോദി പറയുന്നത്.
വഴിയാതരമായെന്നാണോ പറയുന്നത്? അതായത് 100 രൂപ ഒരു ദിവസം ഉണ്ടായിരുന്നാൽ അവന് ജീവിക്കാമായിരുന്നുവെങ്കിൽ ഇപ്പോൾ 14 രൂപ മതി ജീവിക്കാൻ എന്ന് പറഞ്ഞാൽ, അതിൻ്റെ വളരെ വ്യക്തമായി പറഞ്ഞാൽ മനസ്സിലാകുന്നത്, നമ്മുടെ ഈ ഇന്ത്യയിലെ രൂപയുടെ മൂല്യം കണക്ക് കൂട്ടിയാൽ 16.42 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയിലെ രൂപയുടെ മൂല്യം. അതിൽ 42.18 ലക്ഷം കോടി രൂപയാണ് 500ഉം 1000 നോട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൻ്റെ 86% ഈ 500ഉം 1000 രൂപ നോട്ട്. അതാണ് ഇപ്പോൾ അസാധുവാക്കിയത്. ബാക്കി 14% ഇവിടെ ഉള്ളൂ. ആ 14% എന്ന് പറഞ്ഞാൽ 100 രൂപ കൊണ്ട് ഉപജീവനം കഴിക്കുന്നവർ 14 രൂപ കൊണ്ട് ഉപജീവനം കഴിക്കണം. അതിന് കണ്ടെത്തിയ മാർഗമാണ് ഭയങ്കര വസ്തുത. 2000 രൂപയുടെ നോട്ട്, 2000 രൂപയുടെ നോട്ട് കിട്ടിയിട്ട് അവൻ എന്ത് ചെയ്യും? ഇത് തലയിൽ വെച്ചിട്ട് നടക്കുമോ ഉപഭോക്താവ്? ഏത് കടയിൽ കൊണ്ടുപോയാൽ ഇത് മാറിയെടുക്കാൻ സാധിക്കും? അങ്ങേക്ക് വ്യക്തിപരമായിട്ട് ഇത് പ്രശ്നം ഫീൽ ചെയ്തോ? എനിക്കല്ല, എൻ്റെ കച്ചവട സമൂഹത്തിന് ഭയങ്കരമായ പ്രശ്നം ഫീൽ ചെയ്തു. കാരണം ആർക്കും വാങ്ങാനും പറ്റുന്നില്ല, വിൽക്കാനും പറ്റുന്നില്ല. അല്ല, മാർട്ടിലപ്പള്ളി സാർ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അതായത് നികുതി വെട്ടിപ്പുകാർക്കും കള്ളപ്പണക്കാർക്കും അങ്ങനെയുള്ള ആളുകൾക്ക് ഇരുട്ടത്തേറ്റ ഒരു ആഘാതമാണിത്. നട്ടപ്പാതിരേക്ക് ഇങ്ങനെ ഒരു പ്രഖ്യാപനം. ഈ നികുതി വെട്ടിപ്പുകാരും കള്ളപ്പണക്കാരും എന്ന് പറഞ്ഞാൽ വലിയ പണച്ചാക്കുകളാണ്. ഞങ്ങളെ മെമ്പർമാരെന്നൊക്കെ പറയുന്നത് കൊച്ചു കച്ചവടക്കാരാണ്. ദിവസവും വിറ്റുവരവ് കൊണ്ട് സ്വരൂപിച്ച് അല്ലല്ല, വെട്ടിപ്പിന്റെ തോന്നുന്നില്ല. അവർക്ക് വെട്ടിപ്പ് നടത്താനില്ല. അവർ ആകെ കിട്ടുന്ന പണം കൊണ്ടുപോയി സഹകരണ ബാങ്കിൽ കൊണ്ടുപോയിട്ട് അത് ആഴ്ചയിലാവുമ്പോൾ ആ വെള്ളിയാഴ്ച ചന്ത ദിവസമാണെങ്കിൽ അന്ന് പോയി എടുത്ത് അത് കൊണ്ടുപോയി മാർക്കറ്റിൽ പോയി ചരക്ക് വാങ്ങി കടയിൽ കൊണ്ടുവന്ന് വെച്ച് വീണ്ടും എല്ലാ ദിവസവും സ്വരൂപിച്ച് ഇത് കൊണ്ടുപോയി മാർക്കറ്റിൽ കൊടുത്ത് അങ്ങനെ സാധനങ്ങൾ വാങ്ങി ഉപജീവനം കഴിക്കുന്നവരാ. മുഖത്തൊരു ചിരി പടരുന്നു. എന്താണ് സാർ കാരണം? എന്തൊക്കെയായാലും കച്ചവടം കുറഞ്ഞു എന്നുള്ള സംശയമില്ല. ഈവൻ ഞങ്ങൾക്കും കച്ചവടം കുറഞ്ഞു, കുറയട്ടെ. കാരണം അതായത് നമ്മൾ എത്രയോ നാള് ഹർത്താൽ എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയോ ദിവസം മുടങ്ങി കിടക്കാറുണ്ട്. അപ്പൊ കുറച്ച് ദിവസം നമ്മളൊക്കെ സഹിക്കുക. കാരണം ഒരു സർജറി വന്നെന്ന് വിചാരിക്കുക, നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരില്ലേ? അതേപോലെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ എനിക്ക് തോന്നുന്നു കേരളം അതിനകത്ത് കുറെയൊക്കെ രക്ഷപ്പെട്ടു. ഞാൻ ഒരു ഉദാഹരണം പറയാം. അല്ലെ സാർ, കേരളം നമ്മളിപ്പോൾ ഇൻകം ടാക്സ് അധികാരികളോടൊക്കെ സംസാരിക്കുമ്പോൾ പല സംസ്ഥാനത്തും ജോലി ചെയ്തിട്ടുള്ള ആൾക്കാർ പറയുന്നത് നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ നികുതി വെട്ടിപ്പുകാരുടെ എണ്ണം ഇവിടെ കുറവാണെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും കുറവാണ്. കമ്പാരിറ്റീവ്ലി അത്ര വലിയ കൊള്ളക്കാരൊന്നും നമ്മുടെ നാട്ടിലില്ല. ഇല്ല. തന്നെയല്ല, നമ്മുടെ സാധാരണക്കാരായിട്ടുള്ളവർക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ഞാൻ വെറുതെ ഒരു അറിവിന് വേണ്ടിയിട്ട് വീട്ടില് തൂത്ത് വൃത്തിയാക്കാൻ വരുന്ന സ്ത്രീയോട് ചോദിച്ചു, 10-55 വയസ്സായിട്ടുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ പ്രശ്നം? ഇല്ലേ, പ്രശ്നമൊന്നുമില്ല. പഴയ നോട്ട് തന്നാൽ സ്വീകരിക്കുമോ? അതിനെന്താ, ബാങ്കിലിടും. അപ്പോൾ ഞാൻ ചോദിച്ചു, മറ്റേ കാശ് എങ്ങനെ പിൻവലിക്കും? അത് മക്കൾക്കൊക്കെ അവർക്കൊക്കെ ATM കാർഡുണ്ട്, അവർ പോയി അതൊക്കെ എടുത്തോളൂ. അത് അവരെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല. സാറ് സാധാരണ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ഈ ഒരു നോട്ട് വിതരണം ഉണ്ടല്ലോ, ഈ പ്രതിസന്ധി ഉണ്ടായപ്പോൾ സാർ ഇടപെട്ടോ? ഇല്ല, ഇതിന്റെ ആവശ്യമില്ലല്ലോ. നമ്മുടെ സാധാരണ ശ്രീനിവാസന്റെ സിനിമയെ കാണുന്ന പോലെ ഒരു 100 രൂപ കൊടുക്കുമെന്ന് കേട്ടു എന്ന് പറയുന്ന പോലെ അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇത്തവണ ചെയ്തില്ലല്ലോ. അങ്ങേർക്കാണ് അവാർഡ് കൊടുക്കേണ്ടത്, അത് കൊടുക്കാൻ പറ്റില്ലല്ലോ. അതല്ലേ, അതാണല്ലേ. ഓക്കെ. എനിക്ക് തോന്നുന്നത് സാധനങ്ങൾക്ക് വില കുറയും, സാധാരണക്കാരായ ആളുകളെ സ്വാധീനിക്കുന്ന കുറേ കാര്യങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും ഭാവിയിലും ഉണ്ടാകും എന്നൊരു ധാരണയിൽ ഈ തൽക്കാല പ്രശ്നങ്ങൾ സഹിക്കാൻ പറ്റിലൂടെ എന്ന് ചോദിക്കുന്ന വ്യവസായിയായ അദ്ദേഹം. സാധാരണക്കാരനെ സംബന്ധിച്ചോളം വില കുറയുന്ന ഒരു പ്രശ്നമല്ല ഇവിടെ ഉള്ളത്. അയ്യോ, അങ്ങനെ പറയാം, വളരെ വ്യക്തമായി പറയാം. ഇവിടെ ഇപ്പോഴുള്ള ഉപഭോക്താക്കൾ മുഴുവനും മാളുകളിലേക്ക് പോവുകയാണ്. അതായത് വരേണ്യ വർഗം എന്ന് പറയുന്ന നമ്മുടെ സമൂഹത്തിലെ ജനസമൂഹത്തിലെ 40% ആളുകളും കാർഡുകൾ സ്വിപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. ഈ പാവപ്പെട്ട കൊച്ചു കച്ചവടക്കാരുടെ കടയിലൊന്നും ഈ കാർഡ് സ്വിപ്പ് ചെയ്യാനുള്ള മെഷീനൊന്നുമില്ല. താങ്കൾ എന്ത് പറയുന്നു? എങ്ങനെയാണോ നിങ്ങളെല്ലാം മാള് തേടി പോവാണോ? എത്ര മാളുണ്ടോ അതിനെല്ലാം കൂടെ തേടി പോവാൻ? ഒരു സത്യവും ഇല്ല. എല്ലാവരും ഒന്നും മാള് തേടി പോകുന്നില്ല, സാധാരണ കടയിൽ പോകുന്നവരാണ്. പക്ഷെ സാധാരണ കടയിൽ പോയാൽ ഞാൻ പോയിട്ട് എനിക്ക് ചില്ലറ കിട്ടി, എനിക്ക് ക്ഷാമം അനുഭവപ്പെട്ടില്ല. പേടിച്ചോ നിങ്ങൾ പൈസ കിട്ടാതെ? എനിക്ക് ഒരു പേടി ഉണ്ടായില്ല. കാരണം ഞാൻ എൻ്റെ അടുത്ത് കള്ളപ്പണം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ജേർണലിസ്റ്റ് എന്ത് പറയുന്നു? സാറേ, ഇത് എല്ലാവരും പറഞ്ഞത് ഒരു പരിധി വരെ ശരിയാ. അപ്പൊ സാർ ആദ്യം പറഞ്ഞ സാറ് പറഞ്ഞു ഒരു പരിധി വരെ എന്ന ഓരോ പോയിന്റിനും സാർ പറഞ്ഞു. അപ്പം നമ്മുടെ രാജ്യത്തെന്നല്ല, ലോകത്ത് തന്നെ ഇതുപോലൊരു ഡ്രൈവ്, അതായത് ഇതേ രീതിയിലുള്ള ഒരു ഡ്രൈവ് ആദ്യമായിട്ടാണ്. ഞാൻ ഒരുപാട് ചെക്ക് ചെയ്ത് നോക്കി, ഹൈ പ്രൊഫൈൽ എക്കോണമിസ്റ്റുകളൊന്നും ഇതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഒരൊറ്റ സാമ്പത്തിക വിദഗ്ധരും ഹൈ പ്രൊഫൈലിൽ വരുന്ന ആരും ഇതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞു. നമ്മുടെ ധനമന്ത്രി പറഞ്ഞു. ഡോക്ടർ ശശി തരൂർ അദ്ദേഹം പറഞ്ഞു
ഇതൊരു നല്ല തീരുമാനമാണ്. പക്ഷേ എക്സിക്യൂട്ട് ചെയ്ത രീതി കറക്റ്റ് ആണോ സംശയം. തീരുമാനം നല്ലത് തന്നെ. ഡിമോണിറ്റൈസേഷൻ അല്ലെ നോട്ട് അസാധുവാക്കുക എന്ന് പറയുന്നത് ആർക്കും എതിർക്കാൻ പറ്റില്ല, എനിക്കും എതിർക്കാൻ പറ്റത്തില്ല. ഇത് 1946 ചെയ്തിട്ടുണ്ട്, 78 നമുക്ക് ചരിത്രം അറിയാവുന്നതാണ്. പക്ഷെ ഈ ചെയ്തതെന്ന് പറയുന്ന വ്യത്യാസമാണ്. ഇതേ രീതിയിൽ ലോകത്ത് തന്നെ എങ്ങും നടന്നിട്ടില്ല. അപ്പോ ഇങ്ങനെ വരുമ്പോൾ നമുക്കറിയാം, ഇപ്പൊ ഞാനൊരു സ്ത്രീയാണ്. എങ്ങനെയാണ് ഇത് വ്യത്യാസപ്പെട്ടത്? ആൾക്കാരോട് പറയാത്തതുണ്ടോ? ആൾക്കാരോട് പറയാത്തത് ഒരു പരിധി വരെ നമുക്ക് രഹസ്യാത്മക മാറിക്കൊണ്ട് പോകത്തില്ലായിരുന്നു, അതല്ലേ പ്രശ്നം. സാർ അത് മോണിറ്റർ മാറാനുള്ളത് എങ്ങനെയായാലും മാറും. കാരണം അണ്ണാകുഞ്ഞിനെ നമ്മൾ മരങ്കേറ്റം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, കോടിക്കണക്കിനൂടെ കള്ളപ്പണം ഒന്നും ചെയ്യാൻ പറ്റാതെ കരഞ്ഞോണ്ടിരിക്കുന്നവരോട് നമ്മൾ സംസാരിക്കുന്നത്. അത് മറന്നു പോകരുത്. സാർ അവർക്ക് അതിനുള്ള സ്കില്ലുണ്ട്, നല്ലൊരു പരിധി വരെ. അത് ഈ മോഷണം, പണ്ട് മോഷ്ടാക്കൾ ഉണ്ടായിരുന്നു, ഇനി മോഷണം ഉണ്ടാവും, പക്ഷെ അത് ഹൈടെക് മോഷണം ആകും. ഇനി വാഹന മോഷണം കൂടും, സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോകാം, ഇല്ലേ? അതുപോലെ തന്നെ ATM തട്ടിപ്പ്, ഓൺലൈൻ തട്ടിപ്പ്, അങ്ങനെയുള്ള ഇതിന്റെ ഒരു ട്രെൻഡ്, ഇതൊരു ന്യൂജനായിട്ട് മാറും ഇങ്ങനെ മോഷണമുള്ള. അതുപോലെ കറപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു മനോഭാവമാണ്. ഈ മനോഭാവം അല്ലേ മാറേണ്ടത്? അല്ല, അതിനുള്ള സാധ്യത ഇപ്പൊ നമ്മൾ നിയമങ്ങളല്ലല്ലോ കംപ്ലീറ്റ് രേഖപ്പെടുത്തപ്പെടുന്ന ഒരു സൊസൈറ്റി ആണല്ലോ, ഡിജിറ്റലൈസ് ചെയ്ത ഒരു സൊസൈറ്റിയാണ്. അവിടെ ഇപ്പൊ ഇങ്ങനെയുള്ള കള്ളപ്പണം കൂടി ഇല്ലാതായി കഴിഞ്ഞാൽ ആൾക്കാരെ എവിടെ നിന്നിട്ട് കൈക്കൂലി കൊടുക്കും? സാർ കൈക്കൂലി എന്ന് പറയുന്നത് പണമായിട്ട് തന്നെ വേണമെന്നുണ്ടോ? നാളെ എനിക്ക് കൈക്കൂലി, എനിക്കൊരു iPhone 7 മേടിച്ചു തന്നാൽ മതി, അല്ലെ അടുത്ത എന്റെ മാസത്തെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ നീ ഡ്രൈവറെ വിട്ട് എത്തിച്ചു തന്നാൽ മതി, പറയരുതോ? അങ്ങനെ കൊടുക്കാൻ പറ്റാതായാലോ ആൾക്കാർക്ക്? കൊടുക്കാൻ പറ്റാതാകുന്നതിന് വീട്ടു സാധനങ്ങളായിട്ട് ക്യാമറ പിടിപ്പിക്കും. നിങ്ങളാരും അറിഞ്ഞില്ലല്ലോ ഇങ്ങനെ സംഭവം വരാൻ പോകുന്നുള്ളത്? ഇല്ല. ഇവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മാത്രം ഇത്രയും കൂടി ജനങ്ങൾ ഇടപെടുന്ന ഒരു തീരുമാനം ഇത്രയും രഹസ്യമായി പ്രധാനമന്ത്രി എങ്ങനെ സൂക്ഷിച്ചു, അദ്ദേഹത്തിന്റെ മന്ത്രിസഭയൊക്കെ എങ്ങനെ സൂക്ഷിച്ചു എന്നുള്ളത് ഇപ്പോഴൊരു ചർച്ചാ വിഷയമാണ്. അല്ല, ഇപ്പൊ ഇവിടെ ഈ നടക്കുന്ന ചർച്ച മുഴുവൻ ശ്രദ്ധിച്ചാൽ കാണുന്നത് രാജ്യത്തെ കള്ളപ്പണം മുഴുവനും നാണയത്തിലാണ് ശേഖരിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ള രൂപത്തിലാണ് ചർച്ച നടക്കുന്നത്. ഇത് ഞാൻ വിദഗ്ധനല്ല, പക്ഷേ റിസർവ് ബാങ്കിന്റെ റിട്ടയേർഡ് ഗവർണർ ഒരു കൊല്ലമായിട്ടുള്ളൂ റിട്ടയർ ചെയ്തിട്ടുണ്ട്. ഡോക്ടർ KC ചക്രവർത്തി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ വായിച്ചു. അദ്ദേഹം പറഞ്ഞത് ഈ കറൻസി എല്ലാം വൈറ്റ് തന്നെയാണ്, നികുതി വെട്ടിപ്പാണ് കള്ളപ്പണത്തിൻ്റെ കാരണം. ഇവിടെ നമ്മൾ അരി വാങ്ങുമ്പോൾ അതിൻ്റെ അകത്ത് കല്ലുണ്ടാവും, അതുകൊണ്ട് അരി മുഴുവൻ വേണ്ടെന്ന് വെക്കുകയല്ല ചെയ്യേണ്ട, കല്ല് പറക്കി കളയാണ് വേണ്ടതെന്ന് പറഞ്ഞത് റിസർവ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ഗവർണറായിരുന്ന ആളാണ്. അങ്ങ് കാണുന്ന ഇതിനകത്ത് കാണുന്ന ഏറ്റവും വലിയ അപാകത എന്താണ്? 86% കറൻസി മരവിപ്പിച്ചിരിക്കുന്നു. ഇപ്പൊ രാജ്യത്ത് കറൻസി അടിക്കുന്ന 4 പ്രസ്സുകളാണ് നമ്മുടെ രാജ്യത്തുള്ളൂ. 2 കേന്ദ്ര ഗവൺമെന്റ് നേരിട്ടും 2 റിസർവ് ബാങ്ക് നേരിട്ടും. അതിന്റെ ടോട്ടൽ കപ്പാസിറ്റി 2 ഷിഫ്റ്റിൽ പ്രവർത്തിച്ചാൽ 1600 കോടി പീസാണ് ഒരു കൊല്ലം അടിക്കാൻ കഴിയുക. ഇപ്പൊ ഡീമോണിറ്റൈസ് ചെയ്ത 500 നോട്ട് 1571 കോടി പീസാണ്. 1000 നോട്ട് 633 കോടി പീസാണ്. ഇത് 3 ഷിഫ്റ്റിൽ പ്രവർത്തിച്ചാൽ ആകെ 2300 കോടി പീസാണ് അടിക്കാൻ കഴിയുക. ഉർജിത് പട്ടേൽ എന്ന് പറയുന്ന ഗവർണറുടെ ഒപ്പിട്ടിറക്കണമെന്ന് അദ്ദേഹം ചാർജ് എടുക്കണതിന് മുമ്പ് ഒപ്പിടാൻ പറ്റുമോ? റിസർവ് ബാങ്കിന്റെ ഗവർണറായി വന്നിട്ട് റിസർവ് ബാങ്ക് ഗവർണറിന്റെ ഒപ്പോടുകൂടിയല്ലേ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ സിനിമാ കോട്ടയിലെ കയ്യടി അല്ല ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം. ജനങ്ങൾ ഒരാൾ പോലും മരിക്കാൻ പാടില്ല ഈ നടപടിയിലൂടെ. ഒരു നവജാത ശിശു മുംബൈ പോലുള്ള ഒരു നഗരത്തിൽ ചികിത്സ കിട്ടാതെ മരിച്ചു എന്ന് പറഞ്ഞാൽ. ഉണ്ണികൃഷ്ണൻ, താങ്കൾ ഇദ്ദേഹം പറഞ്ഞൊരു അഭിപ്രായം കേട്ടല്ലോ. എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഒരു ശക്തമായ ധീരമായ നടപടിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എടുത്തിരിക്കുന്നത്. ഇത് നടപ്പാക്കുന്നതിന് മുമ്പ് തന്നെ 2000-ന്റെ നോട്ട് ധാരാളം അടിച്ചിട്ട് എല്ലാ ചെസ്റ്റുള്ള ബാങ്കുകളിലും 100 കോടി രൂപ വീതം 2000-ന്റെ നോട്ട് എത്തിച്ചതിന് ശേഷമാണ് ഈ 8-ാം തീയതി ഇത് പിൻവലിക്കുന്നത്. അപ്പോൾ നോട്ട് കൃത്യമായിട്ട് എല്ലാം പിൻവലിച്ച 86% ഇവിടെ പറഞ്ഞുവെങ്കിലും അത് കുറേയൊക്കെ അത് മാനേജ് ചെയ്യാനുള്ള നടപടികൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള ഒരു നടപടി ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ക്ലീനിങ് മിഷനാണ്, സാമ്പത്തിക രംഗത്തുള്ള ഒരു ക്ലീനിങ് മിഷനാണ്. നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന നാട്ടിൽ ഇരുട്ടി വെളുക്കുമ്പോൾ ചില ആളുകൾ വലിയ വലിയ പണക്കാരായി മാറുന്നു. കള്ളപ്പണം, ടാക്സ് കൊടുക്കാത്ത, ഇല്ലീഗലായിട്ട് അക്വയർ ചെയ്ത മണി, പിന്നെ കുഴൽപ്പണം, അതായത് ഇവിടെ കൈക്കൂലിയും മറ്റു രീതികളിലും ഉണ്ടാക്കുന്ന പണം വലിയ രാജ്യത്തേക്ക് കടത്തുക, അത് കുഴൽപ്പണം വഴി ഇവിടെ കൊടുക്കുക. പിന്നെ കൗണ്ടർ ഫീറ്റ് നോട്ട്സ്, അത് അടിക്കുന്നത് പാകിസ്ഥാനിലാണ്. ഇന്ത്യൻ നോട്ടിനെ പോലും വെല്ലുന്ന കൗണ്ടർ ഫീറ്റ് നോട്ട്സ് നമ്മുടെ കേരളത്തിൽ എത്ര കോടിക്കണക്കിന് രൂപയുടെ ഉണ്ടെന്നറിയുമോ? അപ്പം ഇതെല്ലാം അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവുന്നതിന് അത് സമയമെടുക്കും. ഇതിങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് തന്നെ ഏറ്റവും ഫാന്റാസ്റ്റിക് ആയിട്ടാണ് ചെയ്തതെന്നാണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് പോലും പറയുന്നത്. ഓക്കെ, തീരുമാനങ്ങളൊക്കെ വളരെ നല്ലതാണ്. കേരള ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ഒരു പ്രതി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാൻ പറ്റും. പക്ഷേ ഇതിനകത്തുണ്ടായ, ആദ്യം ഇവിടെ സൂചിപ്പിച്ച പോലെ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചതുപോലെ,
ഗൂഢമില്ലായിരുന്നു, പക്ഷേ ആലോചനയുടെ ഒരു കുറവുണ്ടായിരുന്നു ഇതിനകത്ത്. കാരണം കറൻസിയുടെ സ്കേഴ്സിറ്റി എന്ന് പറയുന്നത് ഒരു ഇക്കണോമിയെ മുന്നോട്ട് നയിക്കില്ല. അത് എത്ര കുറഞ്ഞ കാലമാണെങ്കിലും കൂടുതൽ കാലമാണെങ്കിലും. കാരണം ഇത് ഓടിക്കൊണ്ടിരിക്കുന്ന കുതിരയാണ് ഈ വ്യാപാരം വ്യവസായം എന്ന് പറയുന്നത്. അതിനെ ഒരിക്കലും പിടിച്ചു കെട്ടാൻ പാടില്ല. അതിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കണം. എവിടെ വെച്ചെങ്കിലും അതിനൊരു സ്റ്റോപ്പ് ഉണ്ടായെങ്കിൽ പിന്നെ അത് പഴയ ആർജിതത്തിലേക്ക് അല്ലെ പഴയ സ്പീഡിലേക്ക് എത്തപ്പെടുക എന്ന് പറയുന്നത് അത് ഒത്തിരി സമയമെടുക്കും. കാരണം നമ്മളിന്ന് ഓടുന്നത് ഒരിക്കലും നമ്മുടെ അയൽപക്കത്തെ കടക്കാരനുമായിട്ട് അയൽപക്ക സംസ്ഥാനവുമായിട്ടല്ല, ലോകം ഒന്നിച്ചോടുക. അതിനകത്താണ് ഇന്ത്യൻ ഇക്കോണമി എന്ന കുതിരയെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ചിറ്റിലപ്പള്ളി സാറേ പറഞ്ഞ പോലെ നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണെങ്കിലോ, നല്ലൊരു കാര്യത്തിന് വേണ്ടി ഇതെല്ലാവരും സമ്മതിക്കുന്നു. പക്ഷേ ഇതെത്ര ചെറുകിട അല്ലെങ്കിൽ എത്ര വ്യാപാരികൾക്ക് ഈ പിടിച്ചുകെട്ടലിനിടയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നുള്ളതിനെപ്പറ്റി നമ്മളൊന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. വലിയ വലിയ വ്യവസായ മേഖലകൾക്കും വലിയ വലിയ സ്ഥാപനങ്ങൾക്കും ഒരു പരിധി വരെ, കാരണം അവരൊക്കെ റിസർവ് ഫണ്ടുകളുള്ളവരായിരിക്കും, അല്ലെങ്കിൽ അവരൊക്കെ അതുപോലെ തന്നെയുള്ള ബാക്കപ്പ് ഉള്ള ഓർഗനൈസേഷൻസ് ആയിരിക്കും. ഇപ്പം തോമസ് ഐസക് സാർ പറഞ്ഞ പോലെ ഈ മാസത്തെ ടാക്സ് കിട്ടിയിട്ട് വേണം എനിക്ക് ശമ്പളം കൊടുക്കാൻ. അതേ ലെവലിൽ ബിസിനസ് ചെയ്യുന്ന ഒത്തിരി മേഖലകളുമുണ്ട് കേരളത്തിൽ, അല്ലെ ഒത്തിരി സ്ഥാപനങ്ങളുണ്ട്. അവനെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ 15 ദിവസമായിട്ടുണ്ടായിരിക്കുന്ന ഒരു ബിസിനസ് ഡ്രോപ്പ് എന്ന് പറയുന്നത് 90%, 80% ഡ്രോപ്പുകൾ സംഭവിച്ചിരിക്കുക. അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ എങ്ങനെ 2-3 മാസം കഴിയുമ്പോൾ 10-50 ജോലിക്കാർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ പിടിച്ചു നിന്ന് പോകും? ഇത് 500 അല്ലെങ്കിൽ 2000 കൂടുതലായി നോട്ടുകൾ ഇതിൻ്റെ കൂട്ടത്തിൽ ജനങ്ങളിലേക്ക് കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം, ഈ ഒരു കൈമാറ്റ പ്രക്രിയ വളരെ ഭംഗിയായി നടന്നേനെ. അത് ആരെയും സ്വാധീനിക്കാതല്ലേ, ആരെയും പ്രശ്നത്തിലാക്കാതെ കടന്നുപോയത്. അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. അതായത് നേരത്തെ സൂചിപ്പിച്ചു കറൻസി ഷോർട്ടേജ് വന്നിട്ടുണ്ട്, അത് ശരി തന്നെയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും ഈ എന്താ പറയുക ഡിജിറ്റൽ ഉപയോഗിക്കാൻ പഠിക്കും, കാർഡ് ഉപയോഗിക്കാൻ പഠിക്കും, RTGS ഫണ്ട് മാറ്റാൻ പഠിക്കും. അങ്ങനെ പഠിച്ചു തുടങ്ങി. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച മുടി വെട്ടാൻ പോയി, ഹെയർ കട്ടിങ്ങിന്. സാധാരണ 225 രൂപ എടുത്ത് കൊടുക്കുന്ന ആളാണ്. പക്ഷെ ഇത്തവണ ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കി കാർഡ് സ്വീകരിക്കുന്നു. അങ്ങനെ അയാൾ കാർഡ് സ്വീകരിക്കുന്നു, 225 രൂപയ്ക്ക് വേണ്ടി കാർഡ് സ്വൈപ്പ് ചെയ്യുന്നു. 78% ക്യാഷ് ട്രാൻസാക്ഷൻ നടക്കുന്ന ഒരു രാജ്യമാണ്. ഇത്രയും മാറാതെ പറ്റില്ല. നമ്മൾ വികസിക്കാൻ പോകുന്നുണ്ട്, നമ്മൾ വികസിത രാജ്യമാവാൻ പോകുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് നടക്കട്ടെ. മാസം 700 രൂപയുടെ മരുന്ന് മേടിക്കുന്ന ആളാണ് ഞാൻ. ഈ മാസം എനിക്ക് കിട്ടിയ 2000 രൂപ കിട്ടിയത് കൊണ്ടുപോയി മുളന്തുരുത്തിൽ നീതി സ്റ്റോറിന്റെ മെഡിക്കൽ സ്റ്റോറിൽ കൊണ്ടുപോയി കൊടുത്തു. മരുന്ന് മേടിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ചേഞ്ച് ഇല്ല എന്ന് പറഞ്ഞു. നേരെ തിരുവാണിയൂർ വന്നു, അവിടെയും ചേഞ്ച് ഇല്ല. പിന്നെ നമ്മൾ കൂടിയ വിലയ്ക്ക് പുറത്തെ കടയിൽ നിന്ന് മേടിക്കേണ്ടി വന്നു. അപ്പൊ ഇത് പാവപ്പെട്ടവനെ, നല്ല കാര്യമാണ് ഗവൺമെന്റ് ചെയ്ത്, പക്ഷെ പാവപ്പെട്ടവനെ തകർക്കുക എന്നുള്ള ഈ മുന്നൊരുക്കത്തിന്റെ കാര്യത്തിൽ ശരിക്കും 2000 ഇറക്കിയതാണ് പ്രശ്നം എന്നാണ് പറയുന്നത്. 500 ഇറക്കിയിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളത്. താങ്കളുടെ ഇത് എന്താ സംഭവിച്ചത്? എനിക്കൊരു ട്രെയിൻ ആക്സിഡന്റ് ഉണ്ടായതാണ്. എൻ്റെ വലത് കൈപ്പത്തിയും ഇടത് കാലം നഷ്ടപ്പെട്ടതാണ്. ബേസിക്കലി എഞ്ചിനീയർ ആയിരുന്നു, പക്ഷേ ഇപ്പം മോട്ടിവേഷണൽ ട്രെയിനറായിട്ട് പ്രവർത്തിച്ചു വരുന്നു. താങ്ക് യു. ശരിക്കും അതിൻ്റെ അകത്ത് നമ്മൾ 500 സപ്പോസ് ഇറക്കിയിരുന്നെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അത് പ്രസ്സിൽ നിന്ന് ലീക്കാവും. 2000 നോട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ വാട്സപ്പ് വഴി അതിൻ്റെ മെസ്സേജ് വന്നു. അപ്പോൾ 500 പുതിയൊരു നോട്ട് ഇറക്കുമ്പോഴേ സമൂഹം മനസ്സിലാകും എന്തോ പണി വരുന്നുണ്ട്, ഈ 500 1000 മാറ്റാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടെന്ന് മനസ്സിലായത് ലീക്കായി പോയേനെ. ഈ 2000 നോട്ട് ഇറക്കിയത് ഇപ്പോഴത്തെ സാധാരണക്കാർക്ക് ദുരിതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായും വിശ്വസിക്കുന്നുണ്ട്. ഞാനൊരു സാധാരണക്കാരനാണ്, തീർച്ചയായും വിശ്വസിക്കുന്നു. പക്ഷേ അതിനുള്ള സൊല്യൂഷൻ ഗവൺമെൻറ് നേരത്തെ കണ്ടുവച്ചിരുന്നു. കാരണം ഇത് ഇന്നലെ എടുത്തൊരു തീരുമാനമല്ല. 2 വർഷം മുമ്പ് തന്നെ ധൻയോജന ബാങ്ക് അക്കൗണ്ട് തുടങ്ങി വെച്ചു, പാൻ കാർഡ് എടുപ്പിച്ചു, ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറഞ്ഞു. ഇതെല്ലാം ചെയ്തിട്ട് പേടിഎം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് പറഞ്ഞിരുന്നു. ഇവിടെ സാറ് പറഞ്ഞ കാര്യം സാധാരണ ചെറുകിട കച്ചവടക്കാർക്ക് കച്ചവടം കുറഞ്ഞു എന്നുള്ളത് സത്യമാണ്. മാളിലേക്കല്ല പോകുന്നത്, പേടിഎം എവിടെയുണ്ടോ അവിടെയാണ് ആൾക്കാർ പോകുന്നുണ്ട്. എവിടെ സ്വൈപ്പ് ചെയ്യാൻ സൗകര്യമുണ്ടോ, അത് സൂപ്പർ മാർക്കറ്റ് ആയിക്കോട്ടെ സാധാരണ കടയായിക്കോട്ടെ, അവിടെ പോകാൻ തയ്യാറാണ്. എൻ്റെ അച്ഛനും അമ്മയും 2 പേർക്കും ബാങ്ക് അക്കൗണ്ട് ഉള്ളവരല്ല. ഞാൻ ഈ ഒരു ഓപ്ഷൻ വന്നപ്പോൾ, ധൻയോജന വന്നപ്പോൾ ഞാൻ 2 പേരും കൊണ്ട് അക്കൗണ്ട് എടുപ്പിച്ചു. 2 പേർക്ക് ATM ഉപയോഗിക്കാൻ അറിയത്തില്ല. കഴിഞ്ഞ ദിവസം വരെ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാനും ചേട്ടനോട് പോയിട്ട് ഇവർ 2 പേരെ ഉപയോഗിക്കുന്ന വിധം പഠിപ്പിച്ചു. കടകളിൽ ഇപ്പോൾ ഇങ്ങനെ ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞു. സാധാരണക്കാർക്ക് നമ്മൾ ബുദ്ധി ഉപയോഗിച്ചാൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായാൽ ഇതിനകത്ത് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ എലിയെ പേടിച്ച് ഇല്ലം ചുട്ടെന്ന് പറയുന്ന പോലത്തെ അവസ്ഥയാണ്. സാധാരണക്കാരെയാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് ബാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ പണക്കാർക്ക് ഇത് സംബന്ധിച്ച് അവർക്കൊരു വിഷയവുമില്ല. 900 രൂപ അല്ലെങ്കിൽ 800 രൂപയ്ക്ക് ദിവസക്കൂലിക്കൊക്കെ പണിയെടുക്കുന്നവർക്ക് അവർക്ക് 800 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ആ കാശൊന്ന് മാറണമെങ്കിൽ, അല്ലെ 2000 നോട്ടോ അല്ലെങ്കിൽ 500 2 നോട്ടോ ആണ് കിട്ടുന്നതെങ്കിൽ ഇവർക്കിത് മാറിയെടുക്കണമെങ്കിൽ ഇവർ പിറ്റേ ദിവസം പണി മെനക്കെട്ട് ഇവർ ബാങ്കിൽ പോയി ക്യൂ നിൽക്കേണ്ടതായ അവസ്ഥ വരികയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സാഹചര്യം, ഈ തീരുമാനം എന്തുകൊണ്ടും നല്ലതാണ്. പക്ഷേ അതിന് സ്വീകരിച്ച ഈ മാർഗങ്ങൾ കുറച്ച് ദിവസങ്ങളായി
വർഷങ്ങളായിട്ട് നമ്മുടെ ഈ കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ്. വ്യക്തിപരമായിട്ട് എനിക്കും അനുഭവങ്ങളുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ സാധാരണക്കാരെയാണ് ബാധിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ സാധാരണ രീതിയിൽ സാധാരണ മനുഷ്യൻ വിചാരിക്കുന്നത് എല്ലാ പ്രയാസങ്ങളെ കുറിച്ചിട്ടാണ്. എല്ലാവർക്കും കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ശരി തന്നെയാണ്. പല ആൾക്കാരും ചെറിയ ചെറിയ പേയ്മെൻറ്റ്സിന്, ഇപ്പോൾ ഉദാഹരണത്തിന് ചിത്രപ്പള്ളി അദ്ദേഹം 225 രൂപയ്ക്ക് മുടി വെട്ടിക്കാൻ പോയ കാര്യം പറഞ്ഞു. 50 രൂപയ്ക്ക് മുടി വെട്ടിക്കണമെങ്കിൽ ഇപ്പം Paytm അതിൽ കൂടെ നമുക്ക് ഈ മണി ട്രാൻസ്ഫർ ചെയ്യാം. ബാർബറിൻ്റെ അക്കൗണ്ടിലേക്ക് നമ്മുടെ മുടി വെട്ടുന്ന ആളുടെ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാം. അതുപോലെ ചെറിയ പേയ്മെൻറ്റ്സ്, 10 രൂപയുടെ പേയ്മെൻറ്റ്സ്, 50 രൂപയുടെ പേയ്മെൻറ്റ്സ്, 20 രൂപയുടെ പേയ്മെൻറ്റ്സ്, അത് ഇതുപോലുള്ള ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് അത് പെട്ടെന്ന് വളരെ നാളുകൾക്കുള്ളിൽ ചെയ്യാൻ പറ്റും. അതെ, വളരെ ഒരു 3 ആഴ്ചക്കുള്ളിൽ 2 ആഴ്ചക്കുള്ളിൽ അതിൻ്റെ ശതമാനം വളരെയധികം വർദ്ധിച്ചു എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. അത് ഡു നോട്ട് ലൂസ് ട്രാക്ക് ഓഫ് ഇറ്റ്. ഈ ഒരു ഡിസിഷൻ ആക്ച്വലി ഇങ്ങനെ എടുക്കാൻ പറ്റും. നമ്മളിങ്ങനെ വെറുതെ നമ്മൾ എത്രത്തോളം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ഡിസിഷൻ, കാരണം ഇതിന്റെ രഹസ്യ സ്വഭാവം അല്ല, എന്തുകൊണ്ടാണ് ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അങ്ങ് പറയുന്നത് ഒരു നല്ല തീരുമാനമാണെന്ന്? ഇതിന്റെ എഫക്ട് ഇനി ആക്ച്വലി 3-4 മാസം കഴിഞ്ഞാൽ ഇതിന്റെ എഫക്ട് ഓരോ സാധാരണക്കാരന്, ഇത് വലിയ വലിയ ആൾക്കാരുടെ കാര്യമല്ല പറയുന്നത്, സാധാരണക്കാരിലേക്ക് എത്താൻ പോവുകയാണ്. കാരണം റിയൽ എസ്റ്റേറ്റ് ഇപ്പോൾ ആക്ച്വലി അൺഅഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ്. ഇപ്പോൾ നമ്മൾ എവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അൺഅഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിലാണ് ഇപ്പം റിയൽ എസ്റ്റേറ്റ് കിടക്കുന്നത്. ഇപ്പോൾ നമ്മളെ കോസ്റ്റ് ഓഫ് ലിവിങ് ഓൾസോ ഇസ് ടു ഹൈ. ഇതൊക്കെ ആക്ച്വലി എഫക്ട് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ വി ഹാവ് ടു ബെയർ ഫോർ എ ഫ്യൂ മൂമെൻറ്റ്സ്. ആക്ച്വലി നമ്മളൊരു 2-3 ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ആക്ച്വലി എല്ലാവരും വേറെയില്ലേ. അല്ലാണ്ട് ഇത് ആക്ച്വലി ചെറിയൊരു യുദ്ധപ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ ഉടനെ ഇങ്ങനെ കയ്യും കാലും ഇട്ടടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ആരുമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കയ്യിൽ വിരലെണ്ണാവുന്ന ഒരു 5-10 ആൾക്കാരോ ആയിട്ട് മാത്രം ഡിസ്കസ് ചെയ്യാവുന്ന ഒരു കാര്യം. അതിനും പുറമെ ഇതിനൊരു പഴയ ചരിത്രമേ ഇല്ല. അപ്പോൾ അങ്ങനെ ചരിത്രമില്ലാത്തൊരു കാര്യം, അല്ലെങ്കിൽ അധികം ആരുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ വിഷമങ്ങളുണ്ടാവും. അതിന് നമ്മളിങ്ങനെ കയ്യും കാലും ഇട്ട് ഞാൻ ചോദിക്കട്ടെ, ആക്ച്വലി ഇത് വിഡ്രോ ചെയ്തു, പിറ്റേന്ന് മുതൽ ബാങ്കിൻ്റെ മുമ്പിൽ ഭയങ്കര ക്യൂ ആയിരുന്നു. ഈ ക്യൂ നിന്ന ആൾക്കാരൊക്കെ അത്ര അത്യാവശ്യക്കാരായിരുന്നു? ആയിരുന്നില്ല. വെറുതെ പോയി ക്യൂ നോക്കുകയാണ്, ആക്ച്വലി ഇടിക്കുകയാണ്. ആക്ച്വലി അത് ഒരു മനഃശാസ്ത്രം, ഒരു മനഃശാസ്ത്രമാണ് അത്. ആക്ച്വലി അത് ശരിക്കും ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് മാർക്കറ്റ്സ് ആണ്. അതിൽ ആക്ച്വലി ഈ കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റിൽ, ഇത് സെൽഫ് അഡ്ജസ്റ്റിംഗ് ആയിട്ടുള്ള പല മെക്കാനിസം ഇതിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ മാത്രം ഡിസൈഡ് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇതിൻ്റെ ഈ സിസ്റ്റത്തിന് തന്നെ ഒരു സെൽഫ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ഇത് ഒരു 10 ദിവസം അങ്ങ് പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. കുറച്ച് ആൾക്കാർക്ക് ഇത് അവര് സന്തോഷത്തോട് സഹിക്കുന്നുണ്ട്. കാര്യം അറിയോ, മറ്റവന്റെ കുറെ പോയല്ലോ, യുദ്ധം വന്ന് ആ ഒരു സൈക്കോളജി അത് കേരളത്തിൽ പ്രത്യേകിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. കാശ്മീരിന്റെ കാര്യം വന്നപ്പോൾ പർട്ടിക്കുലർ ആർട്ടിക്കിൾ വെച്ചിട്ട് നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അവരെന്തൊക്കെ അനുഭവിക്കുന്നു ആക്ച്വലി ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ. പക്ഷെ നമ്മൾ അതിനെ എതിർക്കുന്നുണ്ട്. ആ ഒരു പ്രൊട്ടക്ഷനും പാടില്ല, കാശ്മീരികൾ നമ്മളെ പോലെ ആയിരിക്കും. പക്ഷേ അല്ല, ശരിക്കും പറഞ്ഞാൽ അവർ ബോർഡറിലുള്ളത് കൊണ്ട് ഇപ്പം തന്നെ ആക്ച്വലി വെറുതെ എക്സ്ചേഞ്ച് ഓഫ് ഫയറാണ് നടക്കുന്നത്. എന്നിട്ട് തന്നെ അവിടെ പല ആൾക്കാരെയും പല വില്ലേജേഴ്സിനെയും ഒരു കാര്യം നടക്കുമ്പോൾ ആക്ച്വലി ഒന്നും അനുഭവിക്കുന്നില്ല ഇവിടെ. പക്ഷേ അവരനുഭവിക്കുന്ന വിഷമങ്ങളായിട്ട് ഇപ്പം നമ്മൾ എന്തൊക്കെ എങ്ങനെയൊക്കെ മോഡിയെ പ്രലോഭിപ്പിക്കാറുണ്ട്. അവരവിടെ ചെറിയൊരു നമ്മൾ യുദ്ധം ചെയ്യുന്ന എത്ര തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ വിഷമങ്ങൾ നമ്മൾ അറിയാം. ഈ മലയാളികൾ പ്രത്യേകിച്ചും ഒന്നും അറിയുന്നത്, നമ്മൾ ഫുള്ളി പ്രൊട്ടക്റ്റഡ് ആണ്, നമുക്ക് വളരെ സേഫ് ലാൻഡിലാണ് നമ്മൾ. അതേസമയം ആക്ച്വലി കാശ്മീരികളൊക്കെ അനുഭവിക്കുന്ന വിഷമങ്ങൾ, അവിടെ പല ദിവസങ്ങളായി അവിടെ ആക്ച്വലി എക്സ്ചേഞ്ച് ഓഫ് ഫയർ മാത്രം നടന്നപ്പോൾ ആക്ച്വലി സ്കൂളുകൾ വർക്ക് ചെയ്യുന്നില്ല. എത്രയോ ഗ്രാമങ്ങൾ വെക്കേറ്റ് ചെയ്തെടുത്തു. ഇതൊക്കെ നടക്കുന്നുണ്ട് അവിടെ. അതൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഈ ചെറിയൊരു കാര്യം കുറച്ച് ദിവസം ആക്ച്വലി ക്യൂവിൽ നിൽക്കേണ്ടി വന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇത്ര കാര്യമില്ല. പറയും ആൾക്കാർ ധരിക്കുന്നത് ഫ്ലാറ്റുകൾക്ക് വില കുറയും, വില്ലകൾക്ക് വില കുറയും. ഞാനും അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുക. എന്തെങ്കിലും സംഭവിക്കുമോ സർ? ഇതിൽ റിയൽ എസ്റ്റേറ്റ് മേഖല എന്ന് പറയുന്നതും ഹൗസിംഗ് മേഖലയും രണ്ടാണ് സർ. ഓക്കെ, ഹൗസിംഗ് മേഖലയുടെ റോ മെറ്റീരിയലാണ് ഇത് റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ സർ, ഈ റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വസ്തു കച്ചവടമാണ്. അത് GDP-യിലേക്ക് വലിയ കോൺട്രിബ്യൂഷൻ ഒന്നുമില്ല. ഓക്കെ, സെക്കൻഡ് തിങ്, അതിൽ ഒരു എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഇല്ല. പക്ഷേ കേരളത്തിനെ സംബന്ധിച്ച് ഹൗസിംഗ് മേഖല എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഈ എംപ്ലോയ്മെൻറ്റ് ജനറേഷനുള്ള മേഖലയാണത്. ഓക്കെ, അതുപോലെ തന്നെ ടാക്സസ് ആയാലും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൽ സാർ ഇത് ഞങ്ങളുടെ റോ മെറ്റീരിയൽ കുറയുമ്പോൾ ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു ഇതുണ്ടാവും, പ്രതിഫലനം ഉണ്ടാവും. എങ്കിൽ പോലും ഇപ്പോഴത്തെ രീതിയിൽ ഇതിൽ ഫ്ലാറ്റിൻ്റെയോ വില്ലയുടെയോ വില കുറയാൻ സാധ്യതകളില്ല. അല്ല, പൊതുവെ ഈ ഫ്ലാറ്റ് നിർമ്മാതാക്കളായ സമൂഹം, അതായത് നിങ്ങളുടെ ക്രെഡ പോലുള്ള സംഘടനകൾ, അവരൊക്കെ ഇതിനെ എങ്ങനെ നോക്കിക്കാണുക? സർ, ഇതിൻ്റെ കൂടെ തന്നെ സർ റെറയും കൂടെ കൂട്ടി വായിക്കണം. റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി. ഓക്കെ, ഇത് രണ്ടും വളരെ നല്ലതാണ് സീരിയസ് പ്ലേയേഴ്സിന്. ഓക്കെ, ഫ്ലൈ ബൈ നൈറ്റ് നേരെ പോകുന്നവരെ കുറിച്ചാണോ അങ്ങ് പറയുന്നത്? ഓക്കെ, ഇതിപ്പോൾ നേരത്തെ പറഞ്ഞു, ലേബേഴ്സിന്റെ കാര്യം പറഞ്ഞു. ഈ രംഗത്ത് നേരെ പോകാത്തവരുടെ എണ്ണം എങ്ങനെയാ? 50-50 ബുദ്ധിമുട്ടായോ? അല്ലല്ല, 50-50 ഏരിയ സാർ. ഇതിൽ ആ 50 ഉണ്ടല്ലോ, നമ്മൾ അസ്പർശ്യരെന്ന് വിധി എഴുതുന്നവര്, അവരുടെ അവസ്ഥ എന്തുമായിരിക്കും? പാടായിരിക്കും സാർ. കാരണം ഈ ഒരു സിസ്റ്റത്തിൽ കൂടെ പോകാത്തവർ ഇപ്പോൾ ആരായാലും, അത് വ്യാപാരികളാണെങ്കിലും ഏത് സമൂഹമാണെങ്കിലും,
സിസ്റ്റത്തിൽ കൂടെ പോകാത്തവർക്കൊക്കെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അതിൽ കുറച്ച് പേര് പൊഴിഞ്ഞു പോകും, ബാക്കിയുള്ളവർ അഡ്ജസ്റ്റ് ചെയ്ത് മെയിൻ സ്ട്രീമിലേക്ക് വരും. 18 ലക്ഷം കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് പിൻവലിച്ചിരിക്കുന്നത്. ഓക്കെ, അതിൽ ഏകദേശം 14 ലക്ഷം കോടി രൂപയാണ് സർക്കുലേഷനിലുള്ളത്. 14 ലക്ഷം കോടി രൂപയാണ് പിൻവലിച്ചിരിക്കുന്നത്. ഇതുവരെ ബാങ്കിലേക്ക് വന്നിരിക്കുന്ന കണക്ക് നോക്കുകയാണെങ്കിൽ 5.4 ലക്ഷം കോടി രൂപ ആൾക്കാർ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഡിസംബർ 30 വരെ സമയമുണ്ട്. ആ 30 കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ എഫക്റ്റ് നമുക്ക് അറിയുള്ളൂ. ഇപ്പോൾ ഇതെല്ലാം ഡ്രൈവ് കഴിഞ്ഞ് ഡിസംബർ 30 ആകുമ്പോഴേക്കും 10 ലക്ഷം കോടി രൂപയാണ് ബാങ്കുകളിലേക്ക് വന്നതെങ്കിൽ 4 ലക്ഷം കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് തിരിക്കാൻ പോകുന്നത്. 14 ലക്ഷം കോടി രൂപയാണ് തിരിച്ചു വരേണ്ടത്. 10 ലക്ഷം കോടി രൂപയെ തിരിച്ചു വന്നിട്ടുള്ളൂ. അതിൻ്റെ ബാക്കിയുള്ള സ്വർണം റിസർവ് ബാങ്കിന് എടുത്തിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ്. ഈ 4 ലക്ഷം കോടി രൂപ വെച്ച് ഇമാജിൻ എന്താണ് ഇന്ത്യ ചേഞ്ച് ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. പിന്നെ സർ, ഇപ്പോൾ ഈ ബാങ്കിലേക്ക് ഇത്ര പണം വന്നു കഴിഞ്ഞു, അവർക്കിപ്പോൾ ഡെപ്പോസിറ്റ് ലെൻഡിങ് റേഷ്യോ വളരെയധികം മാറി. അവർ എന്ത് ചെയ്താലും ഇതിനി ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കൊണ്ടുവന്നേ പറ്റുള്ളൂ. അത് ഈ ഇൻഡസ്ട്രീനെ ബാങ്കുകാർ തയ്യാറാവുമല്ലോ. തയ്യാറാവും സർ, കാരണം അവരുടെ അടുത്ത് കൊടുത്തേ പറ്റുള്ളൂ. പോളിസിയാണല്ലോ. ഓക്കെ, പോളിസിയാണ്. ഒരു സെക്കൻഡ്, എന്താ പറയാൻ IT മേഖല ഇതിനെ എങ്ങനെയാണ് കാണുന്നത് ഈ സംരംഭത്തെ? ആസ് എ സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് ഇതുവരെ ചെയ്യാത്തതുകൊണ്ട് ഇവിടെ പല സ്റ്റാർട്ടപ്പും ഫെയിലാകുന്നതിൻ്റെ മെയിൻ റീസൺ ഈ ഓൺലൈൻ ട്രാൻസാക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. അവർ കാർഡ് എടുക്കാൻ പേടിക്കുകയാണ്, അല്ലെങ്കിൽ അവർക്ക് ആ ഹാബിറ്റ് വന്നിട്ടില്ല. ഇപ്പോൾ ഈ കാർഡ് എടുക്കാൻ പേടിക്കുന്നുണ്ടോ ആൾക്കാർ? ഓൺലൈനിൽ മേടിക്കാൻ. അതുകൊണ്ടാണ് ഇന്ത്യയിൽ കൂടുതൽ COD, ക്യാഷ് ഓൺ ഡെലിവറിയാണ് ഏറ്റവും കൂടുതലുള്ളത്. അത് വരുമ്പോൾ ഒരുപാട് റിസ്ക് ഉണ്ട്. അവർ ആ സമയത്ത് ചിലപ്പോൾ അവരുടെ മനസ്സ് മാറും. അന്നേരം പേ ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം സെയിൽസ് ഓവറായി. ഇന്ത്യയിൽ വന്നിട്ട് അങ്ങനെ പറഞ്ഞാൽ ഓൺലൈൻ സെയിൽസിൻ്റെ ഒരു ഹാബിറ്റ് വളരെ കുറവാണ്. നമ്മളുടെ നല്ല ടാലൻ്റായിട്ടുള്ള എൻ്റർപ്രനേഴ്സിൻ്റെ നല്ല സ്റ്റാർട്ടപ്സ് ഇന്ത്യയിൽ ഫെയിലാകും. അവർ പുറത്ത് പോയാൽ നല്ല സക്സസ്ഫുൾ ആകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു ഹാബിറ്റ് ചേഞ്ച് നമ്മൾ ഇച്ചിരി പുറകിലായിരുന്നു. ഇതുകൊണ്ട് ഏറ്റവും വലിയൊരു മാറ്റമാണ് സ്റ്റാർട്ടപ്സിന് വരാൻ പോകുന്നത്. എല്ലാവരും ഓൺലൈനിൽ മേടിക്കാനുള്ള ഒരു ധൈര്യം കാണിക്കും. ഇപ്പോൾ ആൾക്കാർ എല്ലാവരും ബാങ്കിൽ പോകാൻ തയ്യാറായി. ഈ പ്രശ്നം വന്നപ്പോൾ എല്ലാവരും ബാങ്കിൽ പോകണമല്ലോ. അപ്പോൾ ആക്ച്വലി ആൾക്കാർ ഇപ്പോൾ ഈ വൈറ്റ് മണി എന്ന കൺസെപ്റ്റ്, അതായത് ഉള്ള പണം നികുതി കൊടുത്ത് ആക്കിയെടുക്കണമെന്ന് ഞാൻ ആഗ്രഹം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് സത്യത്തിൽ ബാങ്കുകൾ ഫ്രണ്ട്ലി ആവുക വേണ്ടത്. ഇപ്പം അത് ചെയ്യുന്നത് വെച്ചാൽ 2.5 lakhs കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്കാരുടെ ലിസ്റ്റുകളെല്ലാം IT ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുമെന്നും അവർക്ക് 30% ടാക്സും അല്ലെങ്കിൽ 200% നികുതി വരുന്നു. അപ്പോൾ 100 അടയ്ക്കുന്നതിന് 10 രൂപ കൊടുക്കുള്ളൂ പറഞ്ഞുള്ള ഭീഷണി കിടന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഈ സമയത്ത് ആൾക്കാരെ ഒരു നല്ല ഒരു സുതാര്യമായി ജീവിക്കുന്ന അറ്റ്മോസ്ഫിയറിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. കാരണം ആൾക്കാർക്ക് എന്നറിയാമെന്ന് ഈ പണം സുതാര്യമാവാത്ത പണങ്ങളെല്ലാം ഈ രീതിയിലാണെന്ന് പറയുമ്പോഴത്തേക്കും ആൾക്കാർ ടാക്സ് കൊടുക്കാൻ തയ്യാറാവും. സാറ് പറഞ്ഞ പോലെ ഈ നികുതി കൊടുക്കാത്ത ഒരു ജനവിഭാഗം നികുതി കൊടുക്കാൻ തയ്യാറായി വരുന്ന രംഗമാണ്. അപ്പോൾ അവരെ ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുവന്ന അത് റിസർവ് ബാങ്ക് RBIക്ക് അത് വ്യക്തമായിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് പറയുന്നില്ലല്ലോ. എല്ലാം കിട്ടുന്നത് മീഡിയകളിലെ ഒരു പ്രചരണം മാത്രമേ ഉള്ളൂ. അപ്പോൾ RBI ബാങ്ക് അധികാരികൾ വന്നിട്ട് ഇതെന്താണ് നടക്കുന്നതും ഈ പണം ഇങ്ങനെ വന്നാൽ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും, നിങ്ങൾ ഇത്ര നികുതി വരില്ല എന്നൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ജനങ്ങളെ കോൺഫിഡൻ്റ് ആക്കി എടുക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റ് ഉണ്ട്. പക്ഷേ ഗവൺമെന്റ് അത് ചെയ്യുന്നില്ല. തർക്കിക്കാൻ എന്തോ പ്രശ്നമുണ്ട്. അല്ല സാർ, ഗവൺമെന്റ് ചിന്തിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ. ഇവര് വന്ന് കൊണ്ട് അടയ്ക്കുകയാണെങ്കിൽ 55% 40% ടാക്സ് കിട്ടും ഗവൺമെന്റ്. അടയ്ക്കായിരുന്നു 100% ഗവൺമെന്റ് കിട്ടും. വളരെ സിമ്പിൾ ലോജിക്കാണ്. അല്ല, ഇപ്പോൾ അങ്ങ് അറിഞ്ഞോന്നറിയില്ല, കേരളത്തിൽ ചില നഗരങ്ങളിൽ ഇപ്പോൾ ഒരു പുതിയ കച്ചവടം തുടങ്ങിയിട്ടുണ്ട്. 50-50 ഇവിടെ ഒരുമാതിരി മാറിയോ എന്തെങ്കിലും? അല്ല, എന്റെ മാറിയിട്ടില്ല. അതിന് സാധ്യതയുണ്ടല്ലേ? ചിത്രലപ്പള്ളി സാറിനോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. അതായത് സാറിന് വേണമെങ്കിൽ ഇപ്പം യഥാർത്ഥത്തിൽ സാധാരണക്കാരാണ് ഏറ്റവും ബുദ്ധിമുട്ടുന്നത്. സാറിപ്പം കുറേ കാലമായിട്ട് സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കുകയാണ്. നമുക്ക് സന്തോഷം ഉണ്ടാക്കരുത്. അപ്പോൾ സാറിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു 5,000 രൂപ വെച്ച് ആൾക്കാർക്ക് ലോൺ കൊടുക്കാമായിരുന്നു. അല്ല, ഇനിയിപ്പോൾ ബാങ്കുകൾ മുന്നോട്ട് വരും. പിന്നെ സാറ് കൊണ്ടുതരുമോ? ബാങ്കുകൾ ചെലവ് കുറഞ്ഞിട്ടുള്ള പലിശ കുറഞ്ഞിട്ടുള്ള ലോണുകളായിട്ട് മുന്നോട്ട് വരും. കാരണം അവരുടെ അടുത്ത് പണം ഇരിക്കാൻ പോവാ. കാരണം ഈ അത് കേരളത്തിലെ ബാങ്കുകൾ ഇഷ്ടം പോലെ പണം ഇരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ കൊടുക്കുന്നില്ല. നമ്മുടെ കോർപ്പറേഷൻ ബാങ്കിൽ സാർ ലോൺ കൊടുക്കാൻ ചിറ്റപ്പള്ളി സാറിന് ലൈസൻസ് ഉണ്ടാവില്ല. ലൈസൻസ് ഇല്ലാതെ കൊടുക്കാൻ പറ്റില്ല. പണം സമ്പാദിച്ചവർക്ക് പോലും കൊടുക്കാൻ ഗവൺമെന്റിന്റെ കയ്യിൽ പണമില്ല. അതാണ് ഇന്നത്തെ പണമുണ്ട്, ഇല്ല, ഗവൺമെന്റ് ബാങ്കിലില്ല. ഞങ്ങൾ ഓപ്പൺ ആയിട്ട് പറയുന്നു, ബാങ്കിൽ പണമില്ല. ഒരു കാര്യം മാത്രം പറയാം, ഇവിടെ 1 ലക്ഷം പേർക്ക് 19 ATM ഉള്ളത്. ഇനി ATM വേണ്ട, ഇത് എടുക്കണമെന്ന് പറയുന്നത്. അവിടെയാണ് ക്യൂ നിൽക്കുന്നത്. ഇവിടെ ഒരു ക്യൂവിലും പോയിട്ട് ഒരു ക്യൂവിലും ഒരു വരേണ്യവർഗത്തിനെ കണ്ടിട്ടില്ല. AC റൂമിൽ നിന്നും AC കാറിൽ നിന്ന് പോകുന്ന ഒരാളെ പോലും ഒരു ക്യൂവിൽ ഞങ്ങൾ കാണാൻ സാധിച്ചിട്ടില്ല ഇതുവരെ.
ഇപ്പൊ ഇങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എവിടെയാണ് ക്യൂ നിൽക്കുന്നത്? ആ ക്യൂ നിൽക്കുന്നിടത്ത് പണമുണ്ട്, അവിടെ ബാങ്കിന് പണം, ആ ATM പണമുണ്ട്, അവിടെ ചാടി ഇറങ്ങാണ്. അവിടെ പോയി നോക്കി കിട്ടിയില്ല, അടുത്ത ബസ്സിൽ കയറുക. പോണ വഴിക്ക് എവിടെയാണ് ATM ക്യൂ? ആ ക്യൂ ഉള്ള സ്ഥലത്ത് പണം വ്യത്യാസമുണ്ട്. ഇന്നിപ്പോൾ ക്യൂകൾ വളരെ കുറഞ്ഞു. അടുത്ത ഒരാഴ്ച കൊണ്ട് എൻ്റെ നോട്ടത്തിൽ ഈ ഒരു ഇടിയുണ്ടല്ലോ ആ തുടക്കത്തിലുള്ള ഇവിടെ ആരോ പറഞ്ഞ പോലെ ഇത് അനൗൺസ് ചെയ്തപ്പം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു ഡിസംബർ അവസാനം വരെ നിങ്ങൾക്ക് നിങ്ങളുടെ പണം കൊണ്ട് ക്യാഷ് അടയ്ക്കാമെന്ന് പറഞ്ഞിട്ടും ആളുകൾ ഓടുന്നത് കണ്ടാൽ ഇന്ന് അടച്ചില്ലെങ്കിൽ ഈ പൈസ പോകുന്നുള്ള രീതിയിലുള്ളൊരു അല്ല ഞാൻ പറയുന്നത് ഇഷ്ടം പോലെ സമയം ഇത് അടയ്ക്കാനായിട്ടുണ്ടായിരുന്നു. ഇപ്പം 5 ലക്ഷം അവരുടെ ഒരു ആശങ്കയായിരിക്കും സാർ. അത് ആശങ്ക അല്ല, ഞാൻ പറയായിരുന്നു അതിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു. കാരണം ഈ നോട്ടിന് കടലാസിന്റെ വിലയുള്ളതെന്ന് മനസ്സിലായപ്പോ പിന്നെ ആൾക്കാർക്ക് ഇത് എങ്ങനെയും മാറിയെടുക്കാൻ ഒരു സംഭവം ഇടയ്ക്ക് കയറി പറയട്ടെ. അതായത് എനിക്ക് പരിചയമുള്ള ചിലവര് സ്വന്തം സ്റ്റാഫിന് കമ്മീഷൻ കൊടുത്തിട്ട് ഓടിച്ചിട്ട് പിള്ളേരെ ബൈക്കിലിട്ട് ഓടിച്ചിട്ട് ഇവിടുന്ന് മേടിച്ച് വീണ്ടും 2000 രൂപകളാക്കി മാറ്റി കൈവശം വെച്ചിട്ടുള്ളവരുണ്ട്. അതായത് ഒരു വർഷത്തെ ശമ്പളം മൊത്തമായിട്ട് കൊടുത്തവരുണ്ട്. ശമ്പളമേ കൊടുക്കാത്ത ചില മുതലാളിമാര് ഇപ്പൊ ഒരു വർഷത്തെ ശമ്പളം അങ്ങനെ വരട്ടെ. ഈ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് 5 ലക്ഷം കോടി നിക്ഷേപം ബാങ്കുകൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ചരിത്രത്തിലുണ്ടാകാത്ത ഒരു സംഭവമാണ്. ഇത് കാണിക്കുന്നത് ഇത്രയും ക്യൂ നിന്ന് വിഷമിച്ചെടുത്തിട്ടും അതേ ബാങ്കിലേക്ക് തന്നെ ഈ ആളുകൾ പോകുമ്പോൾ നമ്മുടെ ബാങ്കിങ് സിസ്റ്റത്തിനോടുള്ള ഒരു കോൺഫിഡൻസ് ആണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് പണം മുഴുവൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുന്നത്. ഈ അവസരത്തിൽ ഞാൻ ബാങ്കിലിരുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഈ എംപ്ലോയീസിനോട് പറ്റി ഒരു അഭിനന്ദന ഒരു അക്ഷരം പറഞ്ഞില്ല. തീർച്ചയായിട്ടും ഈ 10 ദിവസം ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ ശരിക്കൊരു യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ഒരു പട്ടാളക്കാരെ പോലെ അവർ ജോലി ചെയ്ത് തീർച്ചയായിട്ടും അവർ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. കാരണം ഇന്ത്യ മുഴുവനുള്ള എല്ലാ ജീവനക്കാർക്കും നമ്മൾ തീർച്ചയായിട്ടും കൈകൂപ്പണം. ഒരു മാസം ശമ്പളം എക്സ്ട്രാ കൊടുത്തു. അല്ലെങ്കിൽ ആ ശമ്പളത്തിന് ഞാൻ പറയുന്ന തൂപ്പുകാരൻ മുതൽ അവിടുത്തെ എല്ലാവർക്കും ഓവർ ടൈം ഉണ്ട്. ഇവിടെ ഏത് തൂപ്പുകാരന് മുതൽ ഓവർ ടൈം ഉണ്ട്, ബാങ്ക് എംപ്ലോയീസിന് ഓവർ ടൈം ഉണ്ട്. അല്ലാതെ പക്ഷേ അവര് പ്രയത്നിച്ചു എന്നുള്ള ഞാൻ പറയുന്നത് കാണാതിരിക്കരുത്. അല്ല അവര് ഫേസ് ചെയ്യേണ്ടത് പാവപ്പെട്ട ജനങ്ങളെയാ, ഉപഭോക്താക്കളെയാണ് അവർ ഫേസ് ചെയ്യേണ്ടത്. രണ്ടാമത് ഈ വരുന്ന 5 ലക്ഷം കോടി ഇപ്പോൾ വന്നു. ഇനിയും അദ്ദേഹം പറഞ്ഞ പോലെ മൊത്തം 14 ലക്ഷം കോടിയിൽ തീർച്ചയായിട്ടും ഒരു 5 കോടിയും കൂടി എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. ഈ 4 ലക്ഷം കോടി വരത്തില്ലെന്നാണ് പ്രതീക്ഷ. അല്ല, മിനിമം ആ പരിചയം എന്നുള്ളതാണ് പ്രതീക്ഷ. ഒരു 10 ലക്ഷം കോടി കൊണ്ട് മിക്കവാറും നിൽക്കും. ആ 4 ലക്ഷം കോടി സെൻട്രൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചൊരു ഡിവിഡൻറ്റ് പോലെയാണ്. ഇപ്പോൾ ഇവിടെയാണ് തീർച്ചയായിട്ടും സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിന് ചെയ്യാവുന്ന ഒരു കാര്യം, ഈ അടയ്ക്കാതെ വരുന്ന പണത്തിൻ്റെ ഒരു ഷെയർ എല്ലാ സ്റ്റേറ്റിനും തീർച്ചയായിട്ടും ചോദിക്കാം. നമ്മുടെ കേരളം ഉൾപ്പെടെ അവർക്ക് പറയാം ഇതിൻ്റെ ഒരു ഷെയർ ഞങ്ങൾക്കും തരണം. പ്രത്യേകിച്ച് ഇത് നമ്മുടെ ഗ്രാമങ്ങളിലെ റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അതായത് ടോയ്ലറ്റ്സ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ അത് പാവങ്ങൾക്ക് വേണ്ടിയുള്ള ഹൗസിങ്, ഇങ്ങനെയുള്ള സ്കീംസിന് ഇൻഫ്രാസ്ട്രക്ചർ റോഡ്സ്, ഈ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി നോട്ട് മെയിൻ റോഡ്സ് അല്ല ഞാൻ പറയുന്നത്, ഗ്രാമീണ ഡെവലപ്മെന്റിന് വേണ്ടി ഈ ഫണ്ട് തീർച്ചയായിട്ടും സ്റ്റേറ്റ്സിന് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഇന്ന് അവർക്ക് ഉണ്ടായിരിക്കും പറ്റും. തീർച്ചയായിട്ടും ഇല്ല. നല്ല യോജിപ്പാണുള്ളത്. ഇവിടെ ഒരു ശുഭാപ്തി വിശ്വാസം 4 മാസം കഴിയുമ്പോൾ നന്നാവും, പലിശ കുറയും എന്ന് പറഞ്ഞു. കഴിഞ്ഞ ഒരു വർഷം 1.25% പലിശ റിസർവ് ബാങ്ക് കുറച്ചു. 50 വർഷത്തിനോടിടയിൽ ബാങ്കുകളുടെ ക്രെഡിറ്റ്, സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ചെയർമാനായിരിക്കുന്നല്ലോ, അദ്ദേഹത്തിന് അറിയാലോ, ഡെപ്പോസിറ്റും അഡ്വാൻസും 50 കൊല്ലത്തിനിടയിൽ ഏറ്റവും കുറഞ്ഞ വളർച്ച ഉണ്ടായ വർഷമാണ് കഴിഞ്ഞ വർഷം. അപ്പോൾ ഈ റേറ്റ് കുറച്ചതുകൊണ്ട് മാത്രം ആൾക്കാർ വായ്പ എടുക്കില്ല. ഇവിടെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് വന്നാലേ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് വരുള്ളൂ. ആൾക്കാർ ഇപ്പോൾ വായ്പ കൊണ്ട് ജീവിക്കുന്നവരാണ് കൂടുതൽ ആൾക്കാർ. അവർക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നത് ഗുണകരമല്ലേ എന്നുള്ളത്. അവർക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്ന ഗുണകരമാണ്. അതുപോലെ തന്നെ ഡെപ്പോസിറ്റിന്റെ റേറ്റും കുറയും. ഈ രാജ്യത്തെ ബഹുഭൂരം 75% ബാങ്കിലെ ഡെപ്പോസിറ്റ് അതിൽ ഇൻട്രസ്റ്റ് മേടിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. അല്ലാണ്ട് വൻകിടക്കാരുടെ ഡെപ്പോസിറ്റ് ഒന്നും ബാങ്കിലില്ല. അതിൻ്റെ ക്രോസ് സെക്ഷൻ പരിശോധിച്ചാൽ അവരുടെ വരുമാനത്തിലും കുറവുണ്ടാകുന്നുണ്ട്. അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വ്യത്യാസമില്ല. ഇപ്പൊ നമ്മുടെ കേരളത്തിലെ കൂടുതലും NRI ഇൻവെസ്റ്റ്മെന്റ് നല്ലൊരു നമ്പർ ഉള്ളതാണ്. 1 ലക്ഷം കോടി കഴിഞ്ഞ വർഷം വന്നു എന്നാ പറയുന്നത്. അപ്പൊ ഇതിനകത്തുണ്ടാകുന്ന അവർക്ക് ഇപ്പൊ കിട്ടുന്ന 8% അല്ലേ സാർ? അത് വിദേശ രാജ്യങ്ങളുമായിട്ട് നോക്കുമ്പോൾ എത്ര കൂടുതലാണ്? അവിടെ 2%, 3% കിട്ടുന്നുള്ളൂ. ഇത് കൂടുതലായതുകൊണ്ടാണ് വായ്പയ്ക്കും പലിശ കൂടുന്നത്. അതെ, ഇത് കുറഞ്ഞു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് വായ്പ ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു വീട്ടമ്മ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇതിനെ അനുകൂലിക്കുന്നു. നോട്ട് എത്ര ഉണ്ടായിരുന്നു കയ്യില്? നവംബർ 8-ാം തീയതി 8-ാം തീയതി രാത്രി എന്റെ കയ്യിൽ ഞാൻ വർക്ക് കഴിഞ്ഞു വീട്ടിൽ ഒരിക്കലും കയറൂല. കാരണം ഞാൻ ജോലി എടുത്ത പൈസ മാത്രമേ ഉള്ളൂ.
വേറെ എൻ്റെ വീട്ടിൽ കള്ളപ്പണമൊന്നുമില്ല. ജോലി പണിയെടുത്ത പൈസ മാത്രമേ ഉള്ളൂ. രാവിലെ ബാങ്കിൽ കൊണ്ടിട്ടു, വിഡ്രോവൽ സ്ലിപ്പ് എഴുതി നമുക്ക് ആവശ്യമുള്ള പണം എടുത്തു. പിന്നെ ഒരു പ്രശ്നവുമില്ല. പിന്നെ ഈ ക്യൂ നിൽക്കുന്ന കാര്യം പറഞ്ഞു. നമ്മൾ പുലിമുരുകൻ സിനിമ കാണാൻ എത്ര പേര് എത്ര മണിക്കൂർ ക്യൂ നിന്നു അല്ലേ? അല്ലേ? പുലിമുരുകൻ മാത്രം അല്ലേ? കൂടാതെ പുലിമുരുകൻ മാത്രമാണോ പട്ടഷാപ്പിന്റെ മുമ്പിൽ? ഒരു സംശയം ചോദിക്കണം. പുലിമുരുകൻ സിനിമ കാണാൻ എന്തിനാ ക്യൂ നിന്ന്? ഓൺലൈൻ ടിക്കറ്റ് എടുക്കാമല്ലോ. എന്തിനാ ഓൺലൈൻ ടിക്കറ്റ് എടുക്കാതെ ക്യൂ നിൽക്കാൻ പോയത്? ഈ രണ്ടും കൂടി ഹർത്താലും ബന്ധപ്പെടുത്തി പറയരുത്. ഓൺലൈൻ ടിക്കറ്റ് എടുക്കാമല്ലോ, എന്തിനാ ക്യൂ നിന്നത്? ഒരു ക്യൂ നിൽക്കേണ്ട കാര്യമില്ല. ബുക്ക് ചെയ്യാം എവിടെ വേണമെങ്കിലും. എല്ലാ സംവിധാനം വന്നല്ലോ. എന്തേ അത് തന്നെ ഈ ജനങ്ങളുടെ പ്രശ്നം ഇവിടെ പറഞ്ഞത്. എന്തിനാ ക്യൂ നിൽക്കണം? അതൊരു ചോദ്യം. ക്യൂ നിൽക്കേണ്ട കാര്യമില്ല. അപ്പൊ ഈ രാജ്യത്ത് മുഴുവൻ സാറേ ഈ സ്വാപ്പ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടോ? എല്ലാ സിനിമയിലും ആക്കട്ടെ. എന്തിനാ ക്യൂ നിൽക്കുന്ന കാര്യം പറയണം? കാരണം ബാങ്കിൽ ചെന്നാൽ അവര് എഴുതാനറിയാത്ത ആൾക്കാർക്ക് എഴുതി കൊടുക്കുന്നുണ്ട്, നമ്മൾ ഒപ്പിട്ട് കൊടുത്ത അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ബാങ്കിൽ ചെയ്യുന്നുണ്ട്. ഇല്ലേ? ഇല്ല സാറേ, പറയൂ, നിങ്ങൾ പറയൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരി പറഞ്ഞല്ലോ, പുലിമുരുകൻ കാണാൻ ക്യൂ നിൽക്കുമ്പോൾ ഈ ബുദ്ധിമുട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. പുലിമുരുകൻ കാണാൻ എത്ര സമയം ക്യൂ നിന്നാൽ ആർക്കും ബുദ്ധിമുട്ടില്ല. കാരണം മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കാഴ്ചകൾ നമുക്ക് 5 അല്ലെങ്കിൽ 10 മിനിറ്റിനകം കാണാം. അതുപോലെയല്ല, സ്വന്തം കുഞ്ഞിനെ ഹോസ്പിറ്റലിലാക്കിയിട്ട് ക്യൂ നിൽക്കുമ്പോൾ മാനസിക നില സാറൊന്ന് ചിന്തിച്ച് നോക്കണം. അവിടെ പുലിമുരുകൻ കാണാൻ നിൽക്കുമ്പോൾ ആരും ബോധം കെട്ട് വീഴുക, ഹൃദയാഘാതം വരികയോ ചെയ്യുന്നില്ല. സഹകരണ മേഖലയുള്ള സൊസൈറ്റികളും കോപ്പറേറ്റീവ് ബാങ്കും ഇന്ന് ഭയങ്കര പ്രസിദ്ധപ്പെട്ടിരിക്കുകയാണ്. അവിടെ പണം പിൻവലിക്കാനുള്ള, അവിടെ നമ്മളെല്ലാം പറയുന്നതോടെ മുഴുവൻ കള്ളപ്പണമെന്നൊക്കെ എല്ലാം ഉണ്ടെങ്കിൽ തന്നെ ഈ ഗ്രാമീണ മേഖല ഒത്തിരി സാധാരണക്കാരുടെ പണം അവിടെയാണ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. ആ പണം പിൻവലിക്കാനോ ഒന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിൽ ഇപ്പോൾ അത് ഭയങ്കര പ്രതിസന്ധിയാണ്. അതിന് തീരുമാനം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ ഒരു വലിയ താമസമൊന്നും ഉണ്ടാവില്ല. കുറച്ച് മുമ്പത്തേക്ക് വളരെ വളരെ ട്രാജഡി ആയിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് കേൾക്കേണ്ടി വരും. ഇപ്പം കേട്ട ചെറിയ സംഭവങ്ങളായിരിക്കാം വലിയ മേജർ ഇൻസിഡൻസ് നമുക്ക് വരാൻ പോവാണ്. കാരണം അതിനകത്ത് കുറേ മിസ്റ്റേക്ക് ആറുപാട് തന്നെ ഉണ്ടായിരിക്കാം. കാരണം വെച്ചാൽ 25 ലക്ഷം രൂപയുള്ള നിക്ഷേപങ്ങളുടെ നികുതി പിടിച്ച് സർക്കാരിന് അതിൻ്റെ TDS പിടിച്ച് അടയ്ക്കേണ്ടെന്നുള്ള ഒരു നിയമപരീക്ഷ അവർക്കുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ 25 ലാക്സ് ഡെപ്പോസിറ്റ് കിട്ടുന്ന അതെല്ലാം സ്പ്ലിറ്റ് 25 ലാക്സ് ആക്കിയിട്ടുണ്ട്. അവരാരും നികുതി പിടിച്ച് അടയ്ക്കുന്നുണ്ടായിരുന്നില്ല. 30% നികുതി കൊടുക്കുന്ന ഒരു വ്യക്തി പോലും ഈ ഡെപ്പോസിറ്റിൻ്റെ നികുതി കൊടുക്കുന്നില്ല. കാരണം വെച്ചാൽ അവിടെ നികുതി ഇല്ലല്ലോ, TDS ഇല്ലല്ലോ എന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നം പല പ്രാവശ്യം നമ്മുടെ RBIയും നമ്മൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പല പ്രാവശ്യം നോട്ടീസ് കൊടുത്താണ്. പക്ഷേ ഇത് അങ്ങനെ മുമ്പോട്ട് പോകായിരുന്നു. ഇപ്പോൾ ഒരു പണി കിട്ടി. പക്ഷേ ആ പണിയിൽ ഒത്തിരി പാങ്ങൾ പെട്ടുപോയിട്ടുണ്ട്. അത് ഇതിനകത്ത് ഈ തർക്കത്തിൻ്റെ പേരിൽ അത് നിലവിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇന്ന് പലരെയും മക്കളുടെ കല്യാണത്തിനും അവരെ കാര്യങ്ങൾക്ക് വെച്ചിരിക്കുന്ന പണങ്ങളാണ് എന്നാൽ പിന്നെയും കിടക്കുന്നത്. അതിന് തീരുമാനമില്ല എന്നുണ്ടെങ്കിൽ ഈ കേരളം സത്യത്തിൽ ഒരു വലിയൊരു ദുഃഖ കാഴ്ച നമുക്ക് കണ്ടുവരും. അതിനുള്ള തീരുമാനം നമ്മൾ എത്രയും വേഗം ഈ പറഞ്ഞ അതിൻ്റെ തലത്തിൽ ഉണ്ടാക്കേണ്ടതാണ്. സ്വയം വരുത്തി വെച്ചതാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഈ സഹകരണ ബാങ്കുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് യാതൊരു ഐഡൻറ്റിറ്റിയും വേണ്ടായിരുന്നു. ഒരാൾക്ക് തന്നെ പല വിധത്തിലുള്ള അക്കൗണ്ട് തുടങ്ങാമായിരുന്നു. KYC അവിടെ ഇല്ല. അപ്പോൾ ഒരാൾ പല പേരിൽ ഡെപ്പോസിറ്റ് കിട്ടും. എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോ ഈ സഹകരണ ബാങ്കുകളിൽ ഒന്നും നടക്കുന്നില്ല എന്നുള്ളത് ശരിയാണ്. അതിന്റെ ഏറ്റവും വലിയ പ്രധാനമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ RBI എല്ലാ സഹകരണ ബാങ്കുകളും അവരുടെ കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസും അവരുടെ നിക്ഷേപവും എത്രയാണെന്ന് അറിയിക്കാൻ പറഞ്ഞു. ഇത് കൃത്യമായിട്ടെല്ലാം എടുത്ത് കോപ്പറേറ്റീവ് രജിസ്ട്രാറിന്റെ കയ്യിൽ ഇതെല്ലാം ഉണ്ട്, അവൈലബിൾ ആണ്. കോപ്പറേറ്റീവ് ബാങ്കിന് ഇൻകം ടാക്സ് പോലുള്ള ഇന്ത്യ മുഴുവൻ വ്യാപകമായി കിടക്കുന്ന നിയമങ്ങൾക്ക് വിധേയമല്ല എന്ന് സംസ്ഥാന സർക്കാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? ഇല്ല, അത് തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലൈസൻസ് പ്രകാരം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എല്ലാ മാനദണ്ഡ പ്രകാരം പ്രവർത്തിക്കുന്നതാണ്. TDS പിടിക്കുന്ന ബാങ്കാണ്. ഒന്ന് പറയാൻ അനുവദിക്കും. ഇന്ത്യ രാജ്യത്ത് ഇത് കേരളത്തിൽ മാത്രമല്ല നിരോധിച്ചിരിക്കുന്നത്. കോപ്പറേറ്റീവ് ബാങ്കിനെ നിങ്ങളൊരു ബാങ്കിന്റെ വിവക്ഷയിൽ കാണുന്നുണ്ടെങ്കിൽ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ബാങ്കിന്റെ നിർവചനത്തിൽ നിങ്ങൾ കാണുന്നുവെങ്കിൽ എല്ലാവിധമായ അന്വേഷണ ഏജൻസികൾക്കൂടെ കടന്നു ചെല്ലാൻ പറ്റണം. പറ്റില്ലെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞത് സംസ്ഥാനത്തെ ധനമന്ത്രി തന്നെ ഇതിന് പരിരക്ഷ കൊടുക്കണമെന്നാണ്. എന്ത് പരിരക്ഷ കൊടുക്കാൻ പറ്റും? വസ്തുതാപരമായി പറയാണ്, ഇന്ത്യ രാജ്യത്ത് 25 കോടി ജനങ്ങൾ മെമ്പർഷിപ്പുള്ള മേഖലയാണ് സഹകരണ. കോപ്പറേറ്റീവ് ബാങ്ക് തകർക്കണമെന്ന് ഏതെങ്കിലും കോപ്പറേറ്റീവ് ബാങ്കിൽ ഇൻകം ടാക്സ് കാര്യം ഒന്ന് പരിശോധന നടത്തിയത് പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ അവർക്ക് പരിശോധിക്കാറുണ്ട്. അവർ പരിശോധിച്ചിട്ടുണ്ട്. പരിശോധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും പരിശോധിക്കാൻ അനുവദിക്കുന്നില്ല. സഹായിക്കുന്നില്ല. പലയിടത്തും പരിശോധന സമ്മതിച്ചിട്ടില്ല. നാഷണലൈസ് ബാങ്കിലോ ഷെഡ്യൂൾ ബാങ്കിലോ
ഒരാളുടെ പൈസ ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ 50 പാൻ കാർഡും കൂടെ അല്ലെങ്കിൽ GA കൂടെ 50 GA കൊടുത്തിട്ടില്ല, പാൻ കാർഡ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ 10,000 രൂപയ്ക്കുള്ള ഇൻട്രസ്റ്റ് വന്നാൽ അപ്പം TDS ആണ്. അവിടെ രണ്ട് നിയമം നടക്കുന്നത്. ഇവിടെ TDS ഇല്ല, അവിടെ വേറെ നിയമം. ഇവിടെ TDS ഇല്ല, അവിടെ TDS വരും. പ്രാഥമിക സഹകരണ സംഘങ്ങൾക്കാണ് തിരിച്ചു പറയണം. രാജ്യത്ത് 6 ലക്ഷം സഹകരണ ബാങ്കുകളിലുള്ളതിൽ പ്രാഥമിക സഹകരണ സംഘങ്ങൾ 94,000 ഉള്ളൂ. ഒരാളായിക്കോട്ടെ, അവിടെ നടപടി എടുക്കട്ടെ. അതിന്റെ പേരിൽ 5 ലക്ഷം 5 ലക്ഷം സ്ഥാപനങ്ങള് പ്രവർത്തനരഹിതമാക്കാൻ പറ്റുമോ? അതിന്റെ പേരിൽ 1 ലക്ഷം ആളുകൾ 6-ൽ ഒരാൾ കുറ്റം ചെയ്തു. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റീസോ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്കുകളോ നിങ്ങൾ എന്ത് വേണമെങ്കിലും അന്വേഷിച്ചു തുറന്നു കിട്ടുകൊടുത്താൽ എന്തിനും പ്രശ്നം അവിടെ നിന്ന് ഒരു അന്വേഷണ ഏജൻസി എന്തെടുത്തുകൊണ്ട് പോകാനാണ്? സാറ് മാധ്യമ പ്രവർത്തനാണല്ലോ. കോബ്ര പോസ്റ്റ് എന്ന് പറയുന്ന ഒരു മാധ്യമം ഈ 1 വർഷം മുമ്പാണ് ഈ നവസ്വകാര്യ ബാങ്കുകളിൽ നടക്കുന്ന ഈ പണം മണി ലോണ്ടറിങ്ങിനെ സംബന്ധിച്ച് ഇവിടെ വെളിപ്പെടുത്തിയത്. എന്ത് നടപടി ഉണ്ടായ സാറേ? ഈ രാജ്യത്ത് റിസർവ് ബാങ്ക് ഇവിടെ ഇരിക്കുന്നുണ്ട്, പ്രതിനിധി ഞാൻ പറയുകയാണ്. എല്ലാ വർഷവും റിസർവ് ബാങ്ക് റിസർവ് ബാങ്കിന് വ്യക്തമായ ധാരണയുണ്ട്, അതിന്റെ പുറത്ത് ചില നടപടികൾ വരാൻ പോകുന്നുണ്ട്. അറിയാത്തൊന്നുമല്ല, ആദ്യമായിട്ടല്ലോ, ഇതിനു മുമ്പ് ഉണ്ടായ നടപടി വന്നിട്ടില്ലല്ലോ. ഇതൊക്കെ സംഭവം മാത്രമേ മാഷെ ഇതിനകത്ത് ഇരിക്കുന്ന ആളിന്റെ നട്ടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമോ? അത് TN ശേഷൻ ആയപ്പോ ഇലക്ഷൻ ഇപ്പൊ നരേന്ദ്രമോദിക്ക് ഇങ്ങനെ തീരുമാനം എടുക്കണമെന്ന് തോന്നി. നരേന്ദ്രമോദിയുടെ കാര്യത്തിൽ ഒരു ഗുണം കൂടി ഉണ്ട്. അദ്ദേഹത്തിന് ഭാര്യ ഇല്ലാത്ത കാരണം സ്വർണം മേടിക്കാൻ നിർബന്ധിക്കില്ല, ശരിയല്ലേ? അതേമാതിരി മക്കളില്ലാത്ത കാരണം കൊണ്ട് സ്ഥലക്കച്ചവടത്തിലും ഇല്ല, റിയൽ എസ്റ്റേറ്റിലില്ല, അല്ല വേണ്ട. അപ്പൊ ഈ മക്കൾ രാഷ്ട്രീയം കൊടികുത്തി വാഴുന്ന ഈ നാട്ടിലുണ്ടല്ലോ, തീർച്ചയായിട്ടും ഇത് ഗുണം ചെയ്യുള്ളൂ. കള്ളപ്പണത്തിന്റെ സാമ്രാജ്യങ്ങൾ തീർത്ത ഒരുപാട് ആളുകൾക്ക് ഒരു ഇരുട്ടടിയായി നോട്ട് പിൻവലിക്കൽ. ഈ ചർച്ച അവസാനിക്കുന്നില്ല. ഇതിന്റെ അവസാന ഭാഗം അടുത്ത ശനിയാഴ്ച രാത്രി 9:30. ഗുഡ് ബൈ.